കണ്ണുകളെ അടച്ച് നിങ്ങളുടെ അടുക്കലേക്ക് ഒഴുകിയെത്തുന്ന കൃപാകടലിനെ ഒന്ന് കണ്ടുകൊണ്ട് ഈ രാത്രി ആ വരികളൊന്ന് പാടാമോ? ോടെ നിന്നെ നീ വീടും നീനി ഞാൻ മടങ്ങുകില്ലിൻ നീ വീടും നീനി ഞാൻ പ്രവാഹമെന്നേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച ഈ രാത്രി എന്ന് പറയാമോ? എന്റെ മേൽ ഒഴുകണേ കർത്താവേ എന്ന്. ഇതിനകത്തിരിക്കുന്ന എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞാട്ട് പ്രവാഹമെന്മേൽ പ്രവാഹമെന്മേൽ അപ്പാ, ഞങ്ങൾ ഒരുമിച്ച് രാത്രി ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. Lord, we come to your throne of grace together. ഈ രാത്രി ഞങ്ങൾ പാടിയതുപോലെ ആ പ്രവാഹം ഞങ്ങളുടെ മേൽ വരണമേ. Lord, as we sing, let that shower may come into our life, oh Jesus. ഈ രാത്രി അത് ഞങ്ങൾ അനുഭവിക്കട്ടെ കർത്താവേ. Lord, let us experience that tonight. ഞങ്ങൾ എല്ലാവരും അങ്ങിലേക്ക് മറയുകയാണ്. Lord, we hide ourselves in you. കർത്താവ് ഈ രാത്രി ഞങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടു നിൽക്കണമേ. Lord Jesus, we ask you to reveal yourself in our midst. ഈ രാത്രി ഞങ്ങളെ അങ്ങയുടെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. Tonight we surrender our life into your hands. ദൈവശക്തിയുടെ വലിയൊരു പ്രവാഹം ഈ രാത്രി ഇതിനകത്തുണ്ടാകട്ടെ. Lord, there is great power that may overflow in this place. അഭിഷേകത്തിന്റെ വലിയൊരു പ്രവാഹം ഇതിനകത്തുണ്ടാകട്ടെ. Let there be an anointing that overflow in this place. ആത്മനദിയുടെ വലിയൊരു പ്രവാഹം ഇതിനകത്തുണ്ടാകട്ടെ. Let there be a spirit of river that overflow in this place. ദൈവിക തേജസ്സിന്റെ ഒരു പ്രവാഹം ഇതിനകത്തുണ്ടാകട്ടെ. Let the glory may overflow in this place. ദൈവ കൃപയുടെ ഒരു പ്രവാഹം ഇതിനകത്തുണ്ടാകട്ടെ. Let the grace of God may overflow in this place. യേശു തന്നെ ഇതിനകത്ത് ഈ രാത്രി വെളിപ്പെട്ടു വരട്ടെ. Let Christ Jesus reveal yourself in this place. ഞങ്ങൾ അങ്ങിലേക്ക് രാത്രി മറയുന്നു. Lord, we hide ourselves in you. എല്ലാ മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക് മാത്രം. Lord, we give all glory and honor to your name. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. In the name of Christ Jesus we pray. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറയാമോ? Let us lift up our hands and praise God. ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കാമോ? Let us shout glory to God. കർത്താവിന്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ. Let the matchless name of our Lord be glorified in this night. ഈ രാത്രി ഞാൻ വളരെ സന്തോഷത്തോടാണ് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നത്. Tonight I am very much happy when I stand in God's presence. കാരണം എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ ദൈവജനത്തെയും സന്തോഷത്തോടെ കാണാൻ കർത്താവ് ഒരു അവസരം തന്നതാണ് അതിന് കാരണം. I see the people of God sitting in front of me who are joyful in the presence of God. That is the reason for my joy. ഈ രാത്രി നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. Tonight you can expect in the presence of God. എന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാൻ കഴിയത്തില്ല. Don't expect anything from me personally. പക്ഷേ നിങ്ങൾക്ക് ഈ രാത്രി എന്നെയും പ്രയോജനപ്പെടുത്താം. You can make use of me as I stand here to serve you. കാരണം എനിക്ക് തനിയെ നിൽക്കാൻ അറിയത്തില്ല.
I don't know how to stand all alone. എന്നെ നിർത്തുന്നത് ദൈവകൃപയാണ്. What make me to stand is the grace of God. എന്നെ നിർത്തുന്നത് അഭിഷേകമാണ്. What makes me to stand is the anointing of God. എന്നെ നിർത്തുന്നത് ദൈവശക്തിയാണ്. What makes me to stand in the presence of God is the power of God. അതുകൊണ്ട് ഈ രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. Once again I greet you all in the name of Jesus. ഒട്ടും മുഖവര കൂടാതെ ഒരു വാക്യം വായിച്ച് വചനത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. Without much introduction, I would directly go into the Word of God, and I would like to read a word. ലേഖനം 14:17 വായിച്ചാട്ടെ. And Romans chapter 14 verse 17. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ആ 14:17 ശബ്ദം ഉയർത്തി ശാന്തമായിട്ട് നമുക്ക് ഒരുമിച്ച് പറയാം. Let us all say that verse 17. 14:17 റോമാലേഖനം 14:17. Shall we together say that verse, Romans chapter 14 verse 17? Yeah. ഒന്ന് വായിച്ചാട്ടെ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഈ രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ടത്? How many of you believe that tonight? നമ്മളുടെ നടുവിൽ ദൈവരാജ്യം ഉണ്ട് എന്ന് മുമ്പൊരിക്കൽ ഞാൻ നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിച്ചപ്പോൾ പറയുകയുണ്ടായി. When I got an opportunity to share God's word, I have shared this with you, that the kingdom of God is in our midst. യേശു കർത്താവ് തന്നെ ഒരു സന്ദർഭത്തിൽ മുമ്പുണ്ടായിരുന്ന ജനത്തോട് പറയുകയുണ്ടായി, നിങ്ങൾ കാണുന്നത് പോലെ ദൈവരാജ്യം വരികയല്ല, ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യമുണ്ട് എന്ന്. To the people that were present during the time of Jesus, Jesus told them that you don't expect that the kingdom of God will come one day, but kingdom of God is in our midst. അപ്പോൾ നമ്മളുടെ ഇടയിലുള്ള ദൈവരാജ്യത്തെ അക്ഷരീകമായി കാണാൻ കഴിയത്തില്ല. We cannot see with our physical eyes the kingdom of God that is present in our midst. പക്ഷേ അതിനെ തിരിച്ചറിയുന്നത് നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന തലത്തിലൂടെയാണ്. And how we identify the kingdom of God which is in our midst is through the atmosphere. അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? What do you mean by atmosphere? ബേസിക്കലി അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ പല ഗ്യാസുകൾ കൂടിച്ചേർന്ന് നിൽക്കുന്ന ഒരു വായു തലമാണ്, അല്ലെങ്കിൽ ഒരു ഗ്യാസ് ലെയറാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. What do you mean by atmosphere is that there is a layer of gas that envelop the earth. ഭൂമിയെ ചുറ്റി നിൽക്കുന്ന ഒരു ലെയറാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. The atmosphere is a gas that completely cover the face of the earth. അതിൽ 78% നൈട്രജൻ ഉണ്ട്. 78% consist of nitrogen. 21% ഓക്സിജൻ ഉണ്ട്. 21% consist of oxygen. 0.9% ആർഗൺ ഉണ്ട്. 0.9% there is argon. 0.1% കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയവ ഉണ്ട്. 0.1% carbon dioxide and several gases like that. ഇങ്ങനെ പല വസ്തുക്കൾ, പല വാതകങ്ങൾ കൂടിച്ചേർന്ന് നിൽക്കുന്നതാണ് ഈ അന്തരീക്ഷം എന്ന് പറയുന്നത്. It is the mixture of all this gas that constitute the atmosphere. ഈ അന്തരീക്ഷം നമ്മളുടെ ചുറ്റും, ഭൂമിയെ ചുറ്റി നിൽക്കുന്നതിന് ഭൂമിക്ക് ഭയങ്കര പ്രയോജനമുണ്ട്. And all this mixture of gas that surround the earth is much more benefited through that. അതിന്റെ പ്രയോജനം മറ്റൊന്നുമല്ല, ഭൂമിക്കുള്ള സംരക്ഷണമായി ഒരു കാര്യം നടക്കുന്നുണ്ട്. And that covering is a protection for the earth. രണ്ട്, അതിനകത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് ഒരു സംരക്ഷണമായി അത് മാറുന്നുണ്ട്. And all the living beings that live on the face of the earth, which helps all these gases. അതിനകത്തുള്ള സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അത് കാരണമാകുന്നുണ്ട്. All the herbs and the plants that grow on the face of the earth, these gases would help them. എന്നെ ശ്രദ്ധിക്കണമേ, ഇങ്ങനെ ഈ അന്തരീക്ഷം മുഖാന്തരം നമ്മൾക്ക് പ്രയോജനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. And this atmosphere helps us a lot. ഇതുപോലെ തന്നെ നമ്മൾക്കും നമ്മളുടെ ചുറ്റും ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. And let me tell you, in the same way there is an atmosphere that encircles us.
ആ അറ്റ്മോസ്ഫിയർ മറ്റൊന്നുമല്ല, നമ്മൾ വിളിക്കും അതിനെ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ എന്ന്. And that atmosphere, we call them by this name. It's a spiritual atmosphere. എന്തുകൊണ്ട് സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ, Why we say spiritual atmosphere? ആത്മീകമായ അനുഭവങ്ങളെ pull down ചെയ്യുന്നതാണ് ഈ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ. All the spiritual things in the heavenly realms are pulled down by this spiritual atmosphere onto the face of the earth. ഈ രാത്രി ഇതിനകത്തിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളായിരിക്കുന്നത് കേവലം ഒരു മുറിക്കകത്തല്ല, നിങ്ങളായിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിനകത്താണ്. Tonight, don't think that you have come to a place that is very normal, but let me tell you, you are sitting under the spiritual atmosphere. ഇത് സാധാരണ എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ല. This is not what people can see through their physical eyes. പക്ഷേ നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ സാധിക്കും. You can sense it in your spirit. എങ്ങനെ നമ്മൾക്ക് ഇതിനെ സെൻസ് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ, How can you sense the spiritual atmosphere? നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും ആ സാഹചര്യത്തെ സെൻസ് ചെയ്യുന്നത് നമ്മളുടെ സെൻസ് ഓർഗനുകൾ വെച്ചിട്ടാണ്. And whatever situation we are in, we sense it through the sensory organs that God has placed in നമുക്ക് us. പ്രധാനമായ സെൻസ് ഓർഗനുകൾ പറയുന്നത് കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്. And all the sensory organs that I have stated, like the nose, the hands, the eyes, the tongue, all through this we sense the situation which we are in. ഈ പഞ്ചേന്ദ്രിയങ്ങൾ വെച്ചിട്ട്, ഈ 5 സെൻസ് ഓർഗൻസ് വെച്ചിട്ട്, all these 5 sense organs, നമ്മളായിരിക്കുന്ന അറ്റ്മോസ്ഫിയറിനെ നമ്മൾക്ക് സെൻസ് ചെയ്യാൻ സാധിക്കാറുണ്ട്. we can sense the atmosphere where we are seated. ഇതുപോലെ തന്നെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ വെച്ചിട്ട് തന്നെ ഈ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിനെ നമ്മൾക്ക് സെൻസ് ചെയ്യാൻ സാധിക്കും. And in the same way, through these senses, we can also recognize the spiritual atmosphere that encircles us. നിങ്ങളുടെ നടുവിൽ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ണ് കാണാൻ സാധിക്കും. You can see even through your physical eyes the spiritual atmosphere that is evident in a place. നിങ്ങൾക്ക് ചിലപ്പോൾ അതിനെ കേൾക്കാൻ സാധിക്കും. You can sometimes hear that. നിങ്ങൾക്ക് ചിലപ്പോൾ അതിനെ രുചിക്കാൻ സാധിക്കും. Sometimes you can taste that spiritual atmosphere. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്കതിനെ ആസ്വദിക്കാൻ സാധിക്കും, എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. Sometimes you can experience that spiritual atmosphere. ഈ രാത്രി ഇതിനകത്തിരിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം. Tonight, by the leading of the Spirit of God, let me speak this to you. ഞാൻ സെൻസ് ഓർഗന്റെ കാര്യം ആത്മീകമായി കണക്ട് ചെയ്ത് പറഞ്ഞപ്പോൾ ഒരെണ്ണം വിട്ടാണ് ഞാൻ പറഞ്ഞത്. I have left one of the sensory organs from the list. അത് മറ്റൊന്നുമല്ല, മൂക്കാണ്. And that is nose. അത് മറ്റൊന്നും കൊണ്ടല്ല. പൗലോസ് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാണ്. I left that out because Paul says this, that we are the aroma of Christ Jesus. സ്വീറ്റ് സ്മെൽ എന്നാണ് ഒരു ലാംഗ്വേജിൽ പറഞ്ഞിരിക്കുന്നത്. In one translation we see that it is written sweet smell. ഈ രാത്രി ഇതിനകത്തിരിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം, ദൈവത്തിന്റെ അറ്റ്മോസ്ഫിയർ വെളിപ്പെട്ടാൽ നീ പറഞ്ഞറിയിക്കേണ്ട, അടുത്തിരിക്കുന്നവന് നിന്നെ മണക്കാൻ സാധിക്കും. Let me tell you, when you're hit by the presence of God, the person who's sitting next to you, they can smell the presence of God. ഇത് നിന്നിൽ നിന്ന് പുറപ്പെടുന്ന ഒരു അറ്റ്മോസ്ഫിയറിന്റെ സ്വഭാവമാണ്. This is a character of the spiritual atmosphere that lies within you. ഈ രാത്രി നിങ്ങളിൽ നിന്ന് പുറപ്പെടേണ്ടുന്നതും സ്വർഗത്തിന്റെ അറ്റ്മോസ്ഫിയറിനകത്തു നിന്നുള്ള ആ ഹെവൻലി അരോമയായിരിക്കട്ടെ. And tonight, even in your life, let from the heavenly atmosphere that anointing, let the people smell that. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ അറ്റ്മോസ്ഫിയർ, എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ നൈട്രജനും ഓക്സിജനും പ്രധാനമായി നിൽക്കുന്നത് പോലെ സ്വർഗത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ പ്രധാനമായി 2 ഘടകങ്ങളുണ്ട്. And as I have talked, like in earthly atmosphere, we see the nitrogen and the oxygen. In the same way, in the heavenly atmosphere, there are two elements. 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, അത് ഹോളിയാണ്. One thing is that atmosphere is holy. 2, അത് ഗ്ലോറിയാണ്.
The second thing is that it is glorious. ഹോളി ഉള്ളിടത്തെ ഗ്ലോറി ഉള്ളൂ. Wherever there is holy, there only we can see glory. സ്വർഗത്തിന്റെ അറ്റ്മോസ്ഫിയറിന്റെ നേച്ചറാണ് ഹോളി എന്ന് പറയുന്നത്. The atmosphere of heaven, it consists of holiness. എന്നാൽ സ്വർഗത്തിന്റെ ബ്രത്താണ് ഗ്ലോറി എന്ന് പറയുന്നത്. Let me tell you, the breath of the heaven is glory. ഈ രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ടത്? How many of you believe that? വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണാൻ കഴിയും സ്വർഗത്തിന്റെ നേച്ചർ വിശുദ്ധിയും സ്വർഗത്തിന്റെ അതിനകത്തെ ജീവവായുവായി നിൽക്കുന്നത് ദൈവത്തിന്റെ മഹത്വവുമാണ്. While we read through the word of God, we see that the nature of the heaven is holy and the breath of that heavenly atmosphere is glory. ഈ രാത്രി ഞാൻ ഇത് പറയുന്നതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്നത് മറ്റൊന്നുമല്ല, നിങ്ങളിൽ നിന്ന് വിശുദ്ധി പുറപ്പെടുന്നു, ദൈവ മഹത്വം നിങ്ങളിലൂടെ ട്രാൻസ്ഫർ ആകുന്നു. If you are a child of God, the holiness will be expressed and glory will be expressed through your life. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് നിങ്ങളിലൂടെ വെളിപ്പെട്ടു വരുന്ന നിങ്ങളുടെ ട്രൂ നേച്ചർ എന്ന് പറയുന്നത് ഹോളിയാണ്. The true nature that will be revealed through your life is holiness. നിങ്ങളിൽ നിന്ന് അടുത്ത വ്യക്തി തിരിച്ചറിയുന്ന നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ജീവവായു എന്ന് പറയുന്നത് ഗ്ലോറിയാണ്. And the person who sit next to you, the atmosphere that person would experience is the glory that permeates through your life. ഈ രണ്ട് ഘടകങ്ങളും കൂടി ചേർന്ന് നിൽക്കുമ്പോൾ തിരിച്ചറിഞ്ഞോണം അവിടെ ദൈവമുണ്ട്. When the glory and the holy exist together, there is a presence of God in that place. ദൈവമുള്ളിടത്തെ ഹോളിയായും ഗ്ലോറിയായും അന്തരീക്ഷം എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. In the presence of God only there would be holiness and glory that would coexist. അതിനെ വചനം വിളിക്കുന്ന മറ്റൊരു പേര്, that is heavenly atmosphere. And there is another term that we identify it with that, it is heavenly atmosphere. ഈ രാത്രി നമ്മളിൽ നിന്ന് പുറപ്പെടുന്നത് മറ്റൊന്നുമല്ല, that is heavenly atmosphere. Let me tell you what comes out of our life is nothing else but the heavenly atmosphere. Heavenly atmosphere ഒരു ആലയത്തിനകത്ത് ശലോമോൻ ഒരു ആലയം പണിഞ്ഞ് നോക്കുമ്പോൾ ആലയത്തിനകത്ത് മേഘം നിറഞ്ഞു നിന്നത് കാണുവാൻ സാധിച്ചു. After Solomon has built the temple, where we see that presence of God hit that place, and there is a heavenly atmosphere like a cloud that has descended in that temple. വചനം മറക്കാതെ ഒരു വാക്ക് എഴുതി വെച്ചു, ശുശ്രൂഷക്കാർക്ക് ശുശ്രൂഷ ചെയ്യാൻ കഴിയാത്ത നിലയിലായിരുന്നു അത്. Even the priests who stood there to minister they were not be possible in a situation that they were not in a situation to minister. കാണത്തക്ക നിലയിലുള്ള മഹത്വം ഇറങ്ങി വന്നാൽ ചിലപ്പോൾ ഞങ്ങളുടെ ശുശ്രൂഷ പോസ് ചെയ്ത് വെക്കേണ്ടി വരും. When there is a glory of God in a visible way, when it is revealed, sometimes we have to pause the ministry. ഈ രാത്രി തിരിച്ചറിഞ്ഞോണം, ദൈവ മഹത്വം ഇറങ്ങുന്നതിന് എഴുതി വെച്ച അജണ്ടയുടെ അടിസ്ഥാനത്തിലല്ല, അവന്റെ ഇഷ്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ്. It is not based on our agenda that the glory of God will be revealed. It is according to his desire. പഴയ നിയമത്തിലെ ശുശ്രൂഷകൾക്കെല്ലാം ദൈവം ഒരു ക്രമം കൊടുത്തിട്ടുണ്ടായിരുന്നു. In the Old Testament there is a set of list how they have to minister. എന്നാൽ ആ ക്രമത്തെ പോസ് ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങി വന്നു. And that was being posed, and the glory of God has descended into the heaven, into the earth. ഇതിനകത്തിരിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്, നിങ്ങളുടെ ലൈഫിനെ പോസ് ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ ഗ്ലോറി ഈ രാത്രി നിങ്ങളുടെ മേൽ ഇറങ്ങുകയാണ്. Let me tell you, some of your life God is pausing it, and he is unleashing the glory of God in your life. ഈ രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ടത്? How many of you believe that? നീ ഇരിക്കുന്ന നിനക്ക് ചുറ്റും ഒരു അന്തരീക്ഷമുണ്ട്. When you sit here, there is an atmosphere that surrounds you. ഈ അഹവയ്ക്ക് ഒരു പ്രത്യേക അന്തരീക്ഷമുണ്ട്. In Ahava there is a special atmosphere. സ്കാർബ്രോയ്ക്ക് ഒരു പ്രത്യേക അന്തരീക്ഷമുണ്ട്. There is a special atmosphere that encircles the city of Scarborough. ഈ ജിടിഎക്ക് അങ്ങനെ ഒരു പ്രത്യേക അന്തരീക്ഷമുണ്ട്. In GTA, if you look like that, there is an atmosphere that is very evident. ഒൻറ്റാരിയോയ്ക്ക് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. And even in for the province of Ontario, there is an atmosphere like that. കാനഡയ്ക്ക് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. And for the land of Canada, there is an atmosphere that is നോർത്ത് evident. അമേരിക്കയ്ക്ക് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. And even North America, there is an atmosphere that is evident. ഈ മറ്റ് ഉപഗ്രഹങ്ങളെ വെച്ച് നോക്കുമ്പോൾ
നോക്കുമ്പോൾ, മറ്റ് ഗ്രഹങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഭൂമിക്ക് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. Even the earth, in the midst of all the solar system, we can see that the earth has a special atmosphere. നിന്റെ അറ്റ്മോസ്ഫിയർ ഒഴികെ ബാക്കിയെല്ലാം കണക്റ്റഡ് ആണ്. നിന്റെ അറ്റ്മോസ്ഫിയർ ഇതിനകത്ത് ഡിഫറന്റ് ആണ്. Let me tell you, the atmosphere in your life is different from every other atmosphere. ഈ രാത്രി തിരിച്ചറിഞ്ഞോണം, നീ ഇരിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് നിന്നിൽ നിന്ന് പുറപ്പെടുന്നത് അറ്റ്മോസ്ഫിയർ ആണ്. Let me tell you, as you are seated in God's presence, the atmosphere that would be released through your life is God's atmosphere. ഈ രാത്രി ഞാനിത് പറയുമ്പോ അറ്റ്മോസ്ഫിയറിനകത്ത് നിനക്ക് കേൾക്കാൻ ചിലതുണ്ട്. Let me tell you, as I declare this, in this atmosphere you need to hear something from God. അപ്പോസ്തലന്മാർ ഇരുന്ന് ആരാധിച്ചപ്പോൾ അവരുടെ നടുവിൽ പിളർന്ന അഗ്നി നാവ് വെളിപ്പെട്ടത് അവർ കണ്ടതാണ്. When the apostles were gathered in the upper room, we see that the tongue of fire that has blazed upon them. അവർക്ക് കാണത്തക്ക നിലയിലുള്ള അറ്റ്മോസ്ഫിയർ അവിടെ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു. God has designed a particular atmosphere to fill that room where they were gathered. പെട്ടെന്നൊരു മുഴക്കമുണ്ടായി, കേൾക്കത്തക്ക നിലയിൽ ആ അറ്റ്മോസ്ഫിയറിനകത്തുണ്ടായിരുന്നു. There was a sound that they heard when they gathered in that place. അവരുടെ മേൽ പതിഞ്ഞു എന്ന് കാണുന്നു, അനുഭവിക്കത്തക്ക നിലയിലും ഉണ്ടായിരുന്നു. And there is a spirit that has descended upon them and they have felt that in their life. ഈ രാത്രി ഞാനിതിവിടെ പറയുമ്പോ ചിലരുടെ മേൽ ഇത് പതിയുന്നു എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പ്രവചിക്കാൻ പറയുന്നു. When I speak that word into some of your life tonight, the Spirit of God is dissenting. ഈ രാത്രി വിശ്വസിക്കുക, ദൈവത്തിന്റെ അന്തരീക്ഷം നിനക്ക് ചുറ്റുമുണ്ട്. നീ കണ്ടില്ലെങ്കിലും അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. Let me tell you, even though you don't see through your natural eyes, tonight there is a heavenly atmosphere that is present, that encircles your life. നിങ്ങൾ സ്വർഗ്ഗത്തിന്റെ ശബ്ദത്തെ കേൾക്കാൻ പോകുകയാണ്. Tonight you are hearing from heaven's voice. ഇതുവരെ കേൾക്കാത്ത ചിലരുടെ കാതുകളെ ഈ രാത്രി കർത്താവ് തുറക്കാൻ പോകുകയാണ്. To some of you, God is going to open your ears tonight. നാളുകളായി പ്രാർത്ഥിച്ചിട്ട് തുറക്കാത്ത കാതുകൾ ഈ രാത്രി ദൈവം തുറക്കുകയാണ്. The prayers that you have prayed for a long time, tonight God is opening that. ഈ രാത്രി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കാതിൽ കൈവച്ച് പ്രാർത്ഥിച്ചു തുടങ്ങ്. നിനക്ക് സ്വർഗ്ഗത്തിന്റെ ശബ്ദത്തെ ഈ രാത്രി മുതൽ സ്വർഗ്ഗം ഓപ്പൺ ചെയ്യുകയാണ്. You can place your ears, place your hand on ears, and tonight God is going to open your ears to hear the voice of heaven. നിങ്ങൾ ആയിരിക്കുന്ന അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആവുന്ന അറ്റ്മോസ്ഫിയർ ആണ്. The atmosphere which you are in, that is a changing atmosphere. ഈ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആവുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഈസിയായി തിരിച്ചറിയാമെന്ന് ഞാൻ പറയാം. How can you identify the atmosphere that shifts so easily? നിങ്ങൾ ആത്മാവിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, If you are a person who worship the Lord in spirit, നിങ്ങൾ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ദൈവം തന്നിരിക്കുന്ന ആ ടങ്സിന് ഒരു ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ തിരിച്ചറിഞ്ഞോണം, നിങ്ങളുടെ അറ്റ്മോസ്ഫിയറിന് ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. and as you begin to speak in tongues and pray and worship, if there is a shift in what the language that you speak, you can identify that there is a shift in the atmosphere. നിനക്കൊരു പുതിയ ലാംഗ്വേജ് കിട്ടുമ്പോൾ നീ തിരിച്ചറിഞ്ഞോണം, ദൈവം നിന്നെ അടുത്തൊരു തലം നിന്റെ മുമ്പിൽ ഓപ്പൺ ചെയ്തു വെച്ചിരിക്കുകയാണെന്ന്. When God has given you a new language in your tongue, you need to realize that God has taken you to another level of atmosphere. നിനക്ക് അറ്റ്മോസ്ഫിയറിനെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിന്നിൽ നിന്ന് പുറപ്പെടുന്ന നാവിനെ നീ രാത്രി അനുവദിക്കണം. You need to allow the tongue completely into the hand of God. അതുകൊണ്ട് ഈ രാത്രി തിരിച്ചറിയട്ടെ, ചിലരുടെ ഭാഷകളെ ദൈവാത്മാവ് തിരിക്കാൻ പോകുകയാണ്. Tonight God is going to turn some of your language that God has given. നിങ്ങൾ ഇന്നായിരിക്കുന്ന അറ്റ്മോസ്ഫിയറിൽ നിന്ന്, ആ അന്തരീക്ഷത്തിൽ നിന്ന് കർത്താവ് ഒരു ബെറ്റർ അറ്റ്മോസ്ഫിയറിലേക്ക് ചിലരെ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് എന്നോട് പ്രവചിക്കാൻ പറയുന്നു. Tonight he is going to shift and lift you to another atmosphere, and he is releasing that in your life. ഈ രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? How many of you believe that? ഞാൻ ഇരിക്കുന്ന കഴിഞ്ഞ 10 വർഷമായുള്ള അന്തരീക്ഷമല്ല, ഈ രാത്രി അത് തിരിയാൻ പോകുകയാണ്. The 10 years what I am experiencing is not what. Tonight he is going to turn that around. എന്റെ ഭാഷ തിരിയാൻ പോകുകയാണ്. He is going to turn around my language. എന്റെ വാക്കുകൾ തിരിയാൻ പോകുകയാണ്.
words that speak, God is going to turn it around. ഇന്നലെ വരെ ഞാൻ കേട്ടത് മനുഷ്യന്റേതാണെങ്കിൽ സ്വർഗ്ഗത്തെ കേൾക്കാൻ പോകുകയാണ്. Till now I heard the voice of the men, but tonight I'm going to hear the voice of heaven. ഈ രാത്രി ഞാൻ ഇത് പറയുമ്പോൾ പ്രതികരിക്കാൻ കഴിവുള്ളവർ ആത്മാവിൽ പ്രതികരിച്ചു തുടങ്ങുക. നിന്റെ ഭാഷ ഇപ്പോൾ മാറും. വായികളെ തുറന്ന് പ്രതികരിക്കുക. നിന്റെ ലാംഗ്വേജ് ഈ രാത്രി മാറും. നിന്റെ അറ്റ്മോസ്ഫിയർ ഇപ്പോൾ മാറുകയാ. നിങ്ങളുടെ ഇടവും വലവും നോക്കരുത്. നിങ്ങളുടെ ചുറ്റുപാടും നോക്കരുത്. അന്തരീക്ഷം ഡിസെൻഡ് ആയി നിൽക്കുകയാണ്. Don't look to each other, but pray in tongues. Speak, open up your mouth and praise Him and thank Him and pray and worship Him. Tonight He is going to shift the atmosphere in your life. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ കൊതിക്കുന്നവൻ പ്രതികരിച്ചാൽ മതി. Let me tell you, those who want to be used by God, they need to be respond to this word. കർത്താവിനാൽ ഉപയോഗിക്കപ്പെടണമെങ്കിൽ നിന്റെ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആവണം. In order to be used by God, the atmosphere in your life need to be shifted. നിന്റെ ലൈഫ് ചേഞ്ച് ആവണമെങ്കിൽ നിന്റെ അറ്റ്മോസ്ഫിയർ റിയാലിറ്റി മാറണം. In order to change your life, the atmosphere need to be shifted first. ഈ രാത്രി ഞാൻ ഇത് പറയുമ്പോൾ ചിലരുടെ ലൈഫ് തിരിയുകയാണ്. When I speak that word, God is turning some of your life. വിശ്വസിച്ച് ആത്മാവിൽ പ്രതികരിക്കുന്നതിനോട് Now respond in spirit by speaking out. ഈ രാത്രി നിനക്ക് ചേരാത്ത അറ്റ്മോസ്ഫിയർ നിന്നിൽ നിന്ന് പോകട്ടെ. Oh, the atmosphere that is withholding you is now releasing, and a heavenly atmosphere is നിനക്ക് releasing. സ്വർഗ്ഗത്തിന്റേത് മതി. Oh, you need what is heavenly. അത് ഹോളിയാണ്. Let me tell you, that is holy. അത് ഗ്ലോറിയാണ്. That is glorious. ഈ രാത്രി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കരങ്ങളെ അടിച്ച് വായികളെ If you തുറന്ന് believe that, clap your ആത്മവിശ്വാസത്തോടെ പ്രതികരിക്കുക. hands and ഈ open up. രാത്രി അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആവുകയാണ്. തിരിയട്ടെ യേശുവിൻ നാമത്തിൽ. ഞാനിവിടെ സംസാരിച്ചു നിർത്തരുത്. നിനക്ക് കൊതി തീരെ ഈ രാത്രി അന്തരീക്ഷത്തെ തിരിക്കാൻ എന്റെ ദൈവശക്തനാണ്. As you respond, God is able to shift the atmosphere. As you respond, പൊട്ടി മാറുന്നു. പൊട്ടട്ടെ ഈ രാത്രി അത് തീരിയട്ടെ അന്തരീക്ഷങ്ങൾ. ഈ രാത്രി നിന്റെ ശരീരത്തിലും ഈ അറ്റ്മോസ്ഫിയറിനെ നിനക്ക് സെൻസ് ചെയ്യാൻ സാധിക്കും. Even in your body you can sense this atmosphere. ഇയ്യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഒരു വാക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. In the book of Job we read it like this. ഒരാത്മാവ് അവന്റെ അടുക്കൽ വന്നപ്പോൾ അവന്റെ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിന്നു എന്നൊരു വാക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. When the Spirit of God has come into his life, we see that he has felt that over his skin. അവന്റെ ശരീരത്തിലെ രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു. Even there was goosebumps. ഈ രാത്രി നിങ്ങളുടെ ഏതെങ്കിലും ആരാധനയുടെ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ ശരീരത്തിൽ ഇത്തരം അനുഭവങ്ങൾ? Any of you have felt that kind of an experience while you're worshiping the Lord? ചമ്മലില്ലാത്തവൻ കൈപൊക്കിയാ മതി. If you're not ashamed to say that, please raise your നിനക്ക് hand. ചിരി വരുന്നുണ്ട്, നീ ഇരുന്ന് ചിരിക്ക് വേണ്ടുവോളം. ചിരി വരുന്നുണ്ടെങ്കിൽ ചിരിക്കാൻ പറഞ്ഞതാ. Oh, if you want to laugh, laugh in the presence of God. കർത്താവ് അനുഗ്രഹിക്കട്ടെ. May God bless you. ഈ രാത്രി തിരിച്ചറിഞ്ഞോണം. You know, tonight you need to realize this. ദൈവം നിന്നെ സൃഷ്ടിച്ചതാണെങ്കിൽ, if God has created you, ദൈവം നിന്നോട് അടുക്കുമ്പോൾ നിന്റെ ശരീരം അത് തിരിച്ചറിയും. when God comes near to you, you can experience that in your body. പാപം ചെയ്ത മനുഷ്യൻ തോട്ടത്തിൽ പ്രവേശിച്ച ദൈവത്തെ തിരിച്ചറിഞ്ഞു. When Adam, when he committed sin, when God descended into the garden, he realized it. ഈ
ഈ രാത്രി ദൈവസഭയ്ക്കകത്ത് അഭിഷേകം പ്രാപിച്ചിരിക്കുന്ന എനിക്കും നിനക്കും ശരീരം കൊണ്ട് ദൈവത്തെ തിരിച്ചറിയാൻ കഴിയട്ടെ. The people who are anointed by God, they can experience and feel the presence of God in their body. ഒരു തലമുറ മുഴുവനും അടഞ്ഞു പോയത് ആത്മാവിനെ ദൈവത്തിന് കൊടുത്തു, ശരീരത്തെ കർത്താവിന് കൊടുത്തില്ല. There is a generation that has given their spirit for the God to descend, but there is a generation that has failed to give their body completely unto God. നിന്റെ ആത്മാവ് മാത്രം ശരിയായ പോരാ. Let me tell you, it is not your spirit that need to be sought out or get ready. നിന്റെ ശരീരവും ശരിയാവണം. Your body also need to be fixed. കാരണം നിന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ല. The body has not yet redeemed. മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്നേ? നിന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് മാത്രമാണ് കർത്താവിലൂടെ സംഭവിച്ചിരിക്കുന്നത്. Through Christ Jesus, your spirit has been saved. Your body is not yet redeemed by Him. അതുകൊണ്ട് നിന്റെ അകത്തെ മനുഷ്യനും നിന്റെ പുറത്തെ ജഡവും തമ്മിൽ എപ്പോഴും മത്സരമാണ്. Because of that, there is an internal fight that is happening between your flesh and the spirit that lives inside of you. ആത്മാവ് നിന്നോട് ചെയ്യാൻ പറയുന്നത് നിന്റെ ശരീരം ചെയ്യാൻ അനുവദിക്കണമെന്നില്ല. Whatever the spirit prompts you to do, the flesh will not, maybe at times won't allow you to do. എന്നാൽ കൃപ പ്രാപിച്ച ചിലർ തിരിച്ചറിയും, ആത്മാവ് പറയുന്ന ഇടത്ത് ശരീരം ഒതുങ്ങിക്കൊടുക്കുന്നത് അനുഭവിച്ച ചിലതിനകത്തുണ്ട്. But the people who are led by the Spirit of God, you have realized that when the Spirit prompts you, how the body would surrender itself for that will to happen. പാപം ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന ഇടത്ത് നിന്റെ അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, ജഡത്തിന്റെ അറ്റ്മോസ്ഫിയർ നിന്നോട് പറയും, go ahead, no problem. When in the internal atmosphere where the spirit dwells would say that don't commit that sin, but your flesh would say go and commit that sin, there is no problem. ഒരു പ്രാവശ്യത്തേക്കല്ല ചെയ്യുന്നത്. You are doing it only for one time. പക്ഷെ ഒരു കാര്യം ആത്മാവിൽ വിളിച്ചു പറയാം, നിന്റെ ശരീരം ദൈവത്തിന്റെ അറ്റ്മോസ്ഫിയറിനെ സെൻസ് ചെയ്യാൻ പാകത്തിന് നീ അവൈലബിൾ ആക്കി കൊടുത്താൽ പാപത്തിന്റെ മുമ്പിൽ ദൈവം നിന്നെ തടുക്കും. If you make yourself, your body available to the Spirit of God and sense that presence, God will enable you to say no to sin and to run away from sin. നിന്റെ ആത്മാവല്ല പാപം ചെയ്യുന്നത്. നിന്റെ ആത്മാവല്ല പാപം ചെയ്യുന്നത്. Let me tell you, it is not your spirit that commits sin. ആത്മാവിലൂടെ നിന്റെ ശരീരത്തെ കൊണ്ടാണ് പാപം ചെയ്യിക്കുന്നത്. It is your body that commits and engages in sin. അപ്പോൾ ഇത് കണക്റ്റഡ് ആണ്. There is a connection that which we see. അതുകൊണ്ട് നിനക്ക് പാപത്തെ ജയിക്കണമെങ്കിൽ നീ ആത്മാവിനെ ഫീഡ് ചെയ്യുന്നത് പോലെ നിന്റെ ശരീരത്തെ രാഗമോഹങ്ങളിൽ നിന്ന് ജയിക്കാൻ കർത്താവിന് വിട്ടുകൊടുക്കണം. Let me tell you, in order to feed your spirit, you have to crucify your flesh. ആമേൻ. ഈ രാത്രി ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പലർക്കും ജയിക്കാൻ കഴിയാത്ത മേഖല പാപമാണ്. Many of your lives, one of the things that you struggle is with the sin. അതുകൊണ്ട് സ്വർഗത്തിന്റെ അറ്റ്മോസ്ഫിയറിനെ വിട്ട് ഒരു അറ്റ്മോസ്ഫിയറിനെ ചുമന്നും കൊണ്ട് ഒരുത്തൻ ഭൂമിയിലേക്ക് വന്നു. അവൻ അറ്റ്മോസ്ഫിയറിനെ നിനക്ക് തന്നു. അതുകൊണ്ട് നിനക്ക് വിശുദ്ധിയിൽ ജീവിക്കാം. The one who had the heavenly atmosphere stooped down into the earth, and he has given his atmosphere into your life so that you can win over the sin that troubles you. നീ ജീവിക്കുന്നത് ഈ ലോകത്തിൽ ആത്മാവിൽ മാത്രമല്ല, നീ ജഡത്തിലും കടന്നു പോകേണ്ട ചില സമയങ്ങളുണ്ട്. ജഡത്തിലൂടെ കടന്നു പോകേണ്ട ചില സമയങ്ങളുണ്ട്. While you live on the face of the earth, there are times you have to walk in the flesh. ആ സമയത്ത് ഫ്ലഷിന് നീ കീഴ്പ്പെട്ട് കൊടുക്കാതിരിക്കണമെങ്കിൽ നിന്റെ ശരീരം ദൈവത്തിന്റെ പ്രസൻസിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയണം. In order to overcome that kind of temptation, you need to give your body to the Spirit of God. ഈ രാത്രി ഞാൻ അതുകൊണ്ട് ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങൾക്ക് വെളിപ്പെട്ട് നിൽക്കുന്ന അന്തരീക്ഷത്തോട് നിങ്ങൾ പ്രതികരിക്കാൻ തയ്യാറാകണം.
the atmosphere that dwells within you, you need to respond to that atmosphere. ഇപ്പൊ കർത്താവിന്റെ ദാസന്റെ അടുത്ത് നിൽക്കുന്ന കർത്താവിന്റെ ദാസന് വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന അറ്റ്മോസ്ഫിയർ ഞാനാണെന്ന് സങ്കല്പിക്കുക. For a minute, think about it. Think like this: the atmosphere that the God has given it to me is the person who is standing next to me. ഈ അന്തരീക്ഷമാണ് തീരുമാനിക്കുന്നത് ഈ പാസ്റ്റർ ലിനോയെ എൻവലപ്പ് ചെയ്യണമെന്നുള്ളത്. And that atmosphere would think that whether Pastor Lino should be enveloped by this. അതുകൊണ്ട് ഈ അറ്റ്മോസ്ഫിയർ മൂവ് ചെയ്യുന്ന എല്ലാ ഇടത്തേക്കും കർത്താവിന്റെ ദാസൻ കൂടെ നടക്കണം. And the servant of God need to walk closely with that atmosphere wherever that leads. ഇങ്ങനെ നടന്നെങ്കിൽ മാത്രമേ നിനക്ക് ജയജീവിതം നടത്താൻ കഴിയത്തുള്ളൂ. Only when you surrender your life and walk like this, then only you can have victory in your life. ഇവിടെ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം, Many times this is what happens in our life. സഭായോഗത്തിന് വരുമ്പോൾ അന്തരീക്ഷം എടുത്തുകൊണ്ട് വരും. When we come to the Sunday service, we take that atmosphere. സഭായോഗം കഴിയുമ്പോൾ ഇത് വെച്ചിട്ട് പോകും. And we leave that atmosphere when we finish the worship service. പിന്നെ അടുത്ത ആഴ്ചയിൽ വരും. And the next week we again come. ഇടയ്ക്കത്തെ കൂടിവരവുകൾക്ക് വരും. And we come for the fellowship in between. ഇതിന്റെ ഇടയ്ക്കൊക്കെ വന്നിട്ട് നോക്കും ഈ അറ്റ്മോസ്ഫിയർ ഇവിടെ ഇരിപ്പുണ്ടോ. And we look around whether this atmosphere is still in this place. അത് നമ്മൾ സെൻസ് ചെയ്യാൻ മിടുക്കരാണ്. And we are very good in sensing that atmosphere. അതെങ്ങനെയാ നമ്മൾ സെൻസ് ചെയ്യുന്നത് അറിയാമോ? Do you know that how we identify that? അതും ഈ പറഞ്ഞോല. And that is the same way. എങ്ങനെയായിരിക്കും? How do you do that? നിങ്ങൾ ആരാധനയ്ക്ക് കടന്നു വരുന്നു. You are coming for the service. ആരാധനയ്ക്ക് വരാൻ പറ്റിയത് തന്നെ ഒരു പോസിറ്റീവ് സിമ്പൽ അല്ലേ? And the way how you came to worship, it is a positive symbol. നല്ലതാ. പാട്ട് പാടാൻ പറ്റി, നല്ലതാ. I was able to sing. That is a very good thing. പാട്ടിന്റെ അവസാനം അന്യഭാഷ പറയാനും പറ്റി. And towards the end of the song, I was able to speak in tongue. That is a good sign. കഴിഞ്ഞ ഒരാഴ്ച ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്കിതൊക്കെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ still I am carrying atmosphere. I have done a lot of things in my life, and still I was able to do that. I am carrying that atmosphere. ഇങ്ങനൊരു ചിന്ത അകത്ത് ഭരിക്കാൻ തുടങ്ങി. And that kind of a thought would slowly get into our mind. അതുകൊണ്ട് എന്താ പറ്റിയെന്നറിയാമോ? Because of that, what happened? ആരാധന കഴിഞ്ഞു പോകുമ്പോൾ ആ വാതുക്ക വെച്ച മറ്റൊരു അറ്റ്മോസ്ഫിയർ നമ്മുടെ കൂടെ വരും. And when we step out of this place at the door, there is another atmosphere that follow us. ആ അറ്റ്മോസ്ഫിയർ ഭയങ്കര മിടുക്കനാണ്. And that atmosphere is very crooked. എൻ്റെ യാതൊരു ഇൻപുട്ടും ആവശ്യമില്ല. No input from my part is needed for that atmosphere. എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. And that atmosphere would try to influence me. അന്നേരം ഞാൻ എന്ത് ചെയ്യും? കൂടിവരവി കാണിക്കാൻ പറ്റാത്തത് പുറത്ത് കാണിക്കും. ഫെലോഷിപ്പിനകത്ത് കാണിക്കാൻ കഴിയാത്തത് പുറത്ത് കാണിക്കും. And whatever that I cannot exhibit in the fellowship, I will try to exhibit it outside. സ്തോത്രം. Praise the Lord. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? I hope you're getting what I am trying to convey to you. അപ്പോൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞോണം, നിങ്ങൾ അറ്റ്മോസ്ഫിയറിനോട് റെസ്പോണ്ട് ചെയ്യണം. You need to understand this. You need to respond to the atmosphere. എങ്ങനെയൊക്കെ അറ്റ്മോസ്ഫിയറിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും? How can you respond to his atmosphere? നിങ്ങൾക്ക് വചനം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് പത്രോസ് കാരാഗ്രഹത്തിനകത്ത് ആയിരിക്കുന്ന അവസ്ഥ. When we read the word of God, we see that there Peter, he was in one time in prison. അവിടെ ആയിരിക്കുന്ന സമയത്ത് പത്രോസിന്റെ അടുക്കൽ ദൂതൻ വന്നു. And when he was in the prison, the angel of the Lord appeared there. പത്രോസിനെ തട്ടി. He just touched Peter. അവന്റെ കൈമേലുണ്ടായിരുന്ന ചങ്ങലകൾ വീണുപോയി. And the chains that has bound him has got loosened. പത്രോസ് എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചങ്ങല എടുത്ത് വീണ്ടും ഇട്ട ചവിടിയിരുന്നു. And what Peter did was he took again the chains and bound him, and he's remained there. എന്നിട്ട് സുഖമായി കിടന്ന് വീണ്ടും ഉറങ്ങി. And he slept again. പിന്നെയും ദൂതൻ വന്ന് തട്ടി. അങ്ങനെയാണോ എഴുതി വെച്ചേക്കുന്നേ? And again the angel came and touched Peter. അങ്ങനെയാണോ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്? This is what it is written in the word of God. വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൂതന്റെ തട്ടലിന് അവൻ റെസ്പോണ്ട് ചെയ്തു. In the word of God we see that when the angel of the Lord touched Peter, he responded to that.
അവൻ അതിന് റെസ്പോണ്ട് ചെയ്തത്, അവൻ നടന്ന റെസ്പോണ്ട് ചെയ്തത്. And the way he responded was he was walking due to that touch. ഈ രാത്രി തിരിച്ചറിഞ്ഞോണം, എൻ്റെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് സ്റ്റാഗ്നന്റ് ആയി നിൽക്കുന്ന ഇടത്തുനിന്ന് കർത്താവിൻ്റെ അറ്റ്മോസ്ഫിയറിനെ ഫോളോ ചെയ്യുന്ന ഒരു നടപ്പായി മാറണം. അത് Let me tell you, when you respond to his presence, don't remain stagnant in one place. You need to respond and make a move. അതുകൊണ്ട് എന്നെ ശ്രദ്ധിച്ചേ. അതുകൊണ്ട് ഈ അറ്റ്മോസ്ഫിയറിനോടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത്, Let me tell you, the response to this atmosphere is this. പത്രോസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എഴുന്നേറ്റ് നടക്കാനുള്ള ഒരു പ്രയോഗമായിരുന്നു അവിടെ കാണുന്നത്. We see in the life of Peter, he stood up and he walked. അവൻ ഒരു കാരാഗൃഹത്തിന്റെ വാതിൽ തുറന്നു കിട്ടാനല്ല അവൻ പ്രാർത്ഥിച്ചത്. He didn't pray that the prison doors will be opened. അവന്റെ ചങ്ങലകൾ വീഴാൻ അവൻ പ്രാർത്ഥിച്ചില്ല. He didn't pray for that his chains would be loosened. അവനെ തുറന്നു വിടാൻ അവൻ ഉപവസിച്ചില്ല. He didn't pray that the prisoners will set him free. നിനക്ക് പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും കഴിയാത്ത സാഹചര്യത്തിൽ നിനക്ക് അറ്റ്മോസ്ഫിയറിനോട് റെസ്പോണ്ട് ചെയ്യാൻ കഴിഞ്ഞാൽ നീ റിലീസ് ആകും. Even when you cannot fast and pray, but if you are ready to respond to his presence, your life will be released. ഈ രാത്രി ഒരു തലമുറ ഉപവസിച്ചു പിടിച്ചത് നീ അറ്റ്മോസ്ഫിയറിനോട് പ്രതികരിച്ചു പിടിക്കും. Let me tell you, there is a generation who have fasted and prayed and sought after this atmosphere, but when you respond to this atmosphere, that would be unleashed into your life. ഒരു തലമുറ മുഴുവൻ ഈ അറ്റ്മോസ്ഫിയർ ഒന്ന് എൻഗേജ്ഡ് ആയി കിട്ടാൻ, ഒന്ന് ഡിസെന്റ് ആയി കിട്ടാൻ അവർ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, കരഞ്ഞു. There was a generation who sought after the Lord by fasting and praying for this atmosphere to dwell in them. എന്നാൽ ഈ തലമുറയെ നോക്കി കർത്താവ് പറഞ്ഞു, But to this generation Jesus Christ said, എന്നെ തേടി നിങ്ങൾ എവിടെയും പോകണ്ട. You don't have to search and look for me everywhere. ഞാൻ ഈ പറയുന്ന അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എൻ്റെ പ്രസൻസ് ആണ്. എൻ്റെ പ്രസൻസ് ആണ് ഈ അറ്റ്മോസ്ഫിയർ. And Jesus said that the atmosphere which I am talking to you is my presence. എൻ്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ കൂടുന്നയിടത്ത് ഞാൻ നിങ്ങളുടെ നടുവിലുണ്ട്. Wherever 2 or 3 gather in my name, his presence is there in their midst. That is your response. ഈ രാത്രി പ്രതികരിക്കണം അതിനോട്. And you need to respond to that presence. നീ കൂടി വരിക എന്ന് പറയുന്നത് നിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ്. The reason that you come to this place is an effort from your side. ഈ രാത്രി അതുകൊണ്ട് തന്നെ ഞാൻ പ്രവചിച്ചു പറയാം, നീ നിൽക്കുന്ന ഇടത്ത് അറ്റ്മോസ്ഫിയർ ഉണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞാൽ അതിനോട് പ്രതികരിക്കാൻ മടിക്കരുത്. If you identify that wherever you are gathered tonight, there is an atmosphere that is in this place, you need to respond to that atmosphere. പത്രോസേ, നിന്റെ പുറത്ത് തട്ടൽ വന്നാൽ നീ പിന്നെ കിടന്നുറങ്ങരുത്. Let me to the Peter, this is what the God says, that don't sleep again when I touch you. ഈ രാത്രി ചിലരോട് ഞാൻ ആത്മാവിൽ പറയുകയാണ്, നിന്റെ ഉറക്കത്തിൽ ചില സ്പർശനങ്ങൾ നീ അനുഭവിക്കുമ്പോൾ നീ പിന്നെയും കിടന്നുറങ്ങരുത്. ആ അന്തരീക്ഷത്തോട് നീ പ്രതികരിക്കാൻ തുടങ്ങട്ടെ. Even while you sleep, when you feel the presence of God in your body, respond to that presence. നീ പകൽ ചെയ്തെടുക്കാൻ കഴിയാത്തത് ഈ ഒരു തട്ടൽ കൊണ്ട് 1 2 3 എന്ന് പറഞ്ഞ് ഡോറുകൾ തുറന്ന് നിന്നെ റിലീസ് ചെയ്യും. What you can do in the daylight of doing the things by your effort, this touch would release doors open in front of you. ഈ രാത്രി മുമ്പിൽ വാതിൽ അടഞ്ഞു കിടക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? Let me ask you, is there anyone tonight where you see that there are doors shut in front of you? നീ പരിശ്രമിച്ചിട്ടും മുട്ടിയിട്ടും തുറക്കാത്ത വാതിൽ നിന്റെ മുമ്പിലുണ്ടോ? You have tried, you have given all your attempts, but the door is not opened in front of you. ഈ രാത്രി വചനം വന്ന് നിന്നെ തട്ടുമ്പോൾ, Tonight when this word of God touches your life, ഈ രാത്രി നീ എഴുന്നേറ്റ് നടക്ക്. let me tell you, rise up in your place and walk. ഈ രാത്രി നീ എഴുന്നേറ്റ് നടക്കുമ്പോൾ, When you rise up in the place and you walk,
ആരും തുറക്കാത്ത വാതിൽ നിന്റെ മുമ്പിൽ സ്വതമേ തുറക്കും. Where no one can open the doors, that doors will open without any effort in front of you. പത്രോസേ, അപ്പോൾ അന്തരീക്ഷത്തിന്റെ താക്കോൽ നീയാണ്. Peter, you are the key of that atmosphere. ഈ രാത്രി നിങ്ങളെ നോക്കി ഞാൻ ആ വേർഡ് ഇടുകയാണ്. You are the key of your atmosphere. And tonight let me speak to your life. You are the key to that atmosphere. നിന്റെ മുമ്പിൽ അടയപ്പെട്ട അറ്റ്മോസ്ഫിയറിനെ തുറക്കാൻ ഈ രാത്രി നിന്നെ കീ ആക്കി മാറ്റുകയാണ്. Whatever shut in front of you tonight, the key is in your hand. ഈ രാത്രി അത് തുറക്കപ്പെടട്ടെ. Open that in ഈ the രാത്രി name of Jesus. തുറക്കപ്പെടട്ടെ. Open it in the name of Jesus. യേശുവിന്റെ നാമത്തിൽ അത് തുറക്കപ്പെടട്ടെ. In the name of Jesus, let it be open. വഴി അടഞ്ഞ വാതിലുകൾ ഈ രാത്രി തുറക്കപ്പെടട്ടെ. Those doors that has been shut be opened in the ഈ name of രാത്രി Jesus. അന്തരീക്ഷത്തോട് റെസ്പോണ്ട് ചെയ്യ. Let me tell you, respond to that word. നിനക്ക് എങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യാമോ? In whatever way how you can ഈ respond. രാത്രി നീ റെസ്പോണ്ട് ചെയ്യുമ്പോൾ When you respond in that way, നിന്റെ പരിശ്രമം കൂടാതെ, without your effort, നിന്റെ എഫോർട്ട് വേണ്ട എന്റെ കർത്താവിന്. God doesn't need your effort. ഈ രാത്രി നിന്റെ എഫോർട്ട് മാറ്റിവൈ. Just keep aside your effort. Take an initiative to walk with the atmosphere. Oh, rakaba sheteri ഈ രാത്രി നിന്റെ ഇനിഷ്യേറ്റീവ് ആണത്. നീ എടുത്ത് സ്റ്റെപ്പ് വെക്കണം ഈ രാത്രി. Take നിന്റെ that- ലൈഫ് തിരിയും. Oh. നിനക്ക് ജോലിയില്ലേ? Rakaba ഈ രാത്രി അത് shetori. തിരിയും കർത്താവ്. Roshithiri albadara rahmatuna ramana. Rakaba sheteri alharbadara ramana digadamdara. Roshithiri alharbodena ramana dinara. Roshithiri alharbadara rahmatuna ramana. Reshithiri alhar. നിനക്ക് ഈ രാത്രി വചനം വന്ന് നിന്നെ തട്ടുന്നുണ്ടെങ്കിൽ, Let me tell you, if the word of God is touching your life, നിനക്ക് നടക്കാൻ സാധിക്കണം. you need to walk as you respond to that word. ഈ വചനം തട്ടുമ്പോൾ നിനക്ക് നടക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, When God's word touches you, you cannot walk. പത്രോസേ, നിന്റെ കൈമേൽ നിന്ന് ചങ്ങല വീണിട്ടില്ല. Let me tell you, Peter, the chains that has cuffed you has not been loosened. നിന്റെ ചങ്ങല വീണു എന്ന് നീ തിരിച്ചറിഞ്ഞാൽ, If you realize that the chain has been loosened, നീ അവിടുന്ന് എഴുന്നേൽക്കും. you will rise up from that place നീ അവിടുന്ന് നടക്കും. and you will walk from that place. നീ ആരുടെ അഭിപ്രായത്തിന് വെയിറ്റ് ചെയ്യത്തില്ല. You don't look for the opinion of the people. അടുത്തിരിക്കുന്നവൻ ആരാധിക്കുന്നുണ്ടോ നോക്കത്തില്ല. You don't observe that whether the person sitting next to me is worshiping or not. അടുത്തിരിക്കുന്നവൻ പാടുന്നുണ്ടോ പ്രാർത്ഥിക്കുന്നുണ്ടോ നോക്കത്തില്ല. You don't care about the person who sit next to you whether he is praying or singing. അവൻ പറയും, ഇന്നലെ എന്നെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും. ഈ രാത്രി വചനം ഇടുകയാ. പിടിക്കുക, ഈ രാത്രി പിടിക്കുക. നീ രാജകീയ പുരോഹിത വർഗം. You are a royal kingdom priest. ഈ രാത്രി അറ്റ്മോസ്ഫിയറിനൊപ്പം നടക്കാൻ എത്ര പേരുണ്ട്? Tonight, how many of you want to walk with this atmosphere? ആഗ്രഹമുള്ളവർ മാത്രം കൈ ഉയർത്തിയാൽ മതി. And those who desire for that, raise your hand in the presence of ഈ God. രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം, അടുത്ത 24 മണിക്കൂറിനകം നിനക്കൊരു ടച്ച് എക്സ്പെക്ട് ചെയ്യാം. Let me tell you prophetically, within the next 24 hours, those who have raised their hand, you will experience a touch of God in your life. നീ ഇനി സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കത്തില്ല. Let me tell you, you will no longer stay stagnant. നിന്നെ തുറന്നു വിടാൻ ഒരു ദൂതൻ ഈ രാത്രി നിനക്ക് ഇറങ്ങിയിരിക്കുകയാണ്. Let me tell you, there is an angel of God that is able to release you. ഈ രാത്രി അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൂതനൊപ്പം നടക്കണം. Rakaba sheteri alharbadara ramo chipridara rababa. ഉടല റബനഗദരാദിയ. Utibala ശൈലവലഗടഗരഗദനിയംദരാദന. Roshithiri രാശതാലിയംദരവനാദിയാദര. ചിലരെ തുറന്നു വിടാൻ ദൂതൻ ഈ രാത്രി ഇറങ്ങുകയാണ്. There is an angel of the Lord who wants to set you free and release you. ചില കുടുംബങ്ങളെ ഈ രാത്രി കർത്താവ് റിലീസ് ചെയ്യുകയാണ്. Tonight God is releasing some of the families. ചില ഫാമിലിയെ ഈ രാത്രി റിലീസ് ചെയ്യുന്ന കർത്താവ്. Tonight God is releasing some of the families. ചിലരുടെ ഭാവിയെ ഈ രാത്രി റിലീസ് ചെയ്യുക കർത്താവ്. Tonight God is releasing some of your future. ചിലരുടെ ജോലിയെ ഈ രാത്രി റിലീസ്
റിലീസ് ചെയ്യുന്ന കർത്താവ്. Tonight in your life, some of your jobs, God is releasing it. നിന്റെ കടഭാരത്തെ ഈ രാത്രി ദൈവം റിലീസ് ചെയ്യുകയാണ്. All the debts, God is releasing it. നിന്റെ ശരീരത്തിന്റെ അസുഖത്തെ മാറ്റി സൗഖ്യമല്ല ആരോഗ്യത്തെ അവൻ റിലീസ് ചെയ്യുകയാണ്. Tonight into some of your body, God is releasing His healing. ഈ രാത്രി ഹീലിംഗിന് അപ്പുറത്തെ തലം നിന്റെ മേൽ ഹെൽത്ത് ഉണ്ടാകുകയാണ്. ആരോഗ്യം വരുന്നു സൗഖ്യത്തിന് മീതെ. Beyond the healing, God is releasing health in your life. ഈ രാത്രി സൗഖ്യമില്ലാതെ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, If there is anyone who seek for health, ഈ രാത്രി ആക്റ്റീവായി നിൽക്കുന്ന ഈ അറ്റ്മോസ്ഫിയറിനെ, oh, the atmosphere that is very evident in this place, ഈ രാത്രി നിങ്ങളുടെ മേൽ റിലീസ് ആവുകയാണ്. and God is releasing that atmosphere into അത്ഭുത your life. സൗഖ്യങ്ങൾ നടക്കുന്നു. Here the miracles are happening now. ഈ രാത്രി നീ ഈ അറ്റ്മോസ്ഫിയറിനകത്തു നിന്ന് Tonight in this atmosphere, നിനക്ക് ചിലതിനെ ശ്വസിക്കാം. you can smell things. ശ്വസിക്കാം, ബ്രത്ത് ചെയ്യാം. You can breath. നീ ബ്രത്ത് ചെയ്യുന്നത് മറ്റൊന്നുമല്ല. What That you is glory. breathe in is His glory. ദൈവ മഹത്വത്തെ നീ ശ്വസിച്ചാൽ, When you breathe in His glory, എന്നോട് ദൈവാത്മാവ് പറഞ്ഞ ഒരു പ്രവചനത്തെ ഈ രാത്രി സൗഖ്യമായി ഇതിനകത്ത് റിലീസ് ചെയ്യാൻ പോകുകയാണ്. ദൈവം എന്നോട് പറഞ്ഞ ഒരു പ്രവചനത്തെ സൗഖ്യമായി ആരോഗ്യമായി റിലീസ് ചെയ്യാൻ പോകുകയാണ്. oh, the prophetical word that God has given to me, God is releasing that health in one person's life. നീ ശ്വാസതടസ്സങ്ങൾ ഈ രാത്രി സൗഖ്യമാകുന്നു. All that breathing difficulty that you have in your life, God is releasing that. നിനക്ക് ഈ രാത്രി വിശ്വസിക്കാം. നിനക്ക് ഇനി ഇൻഹേലർ യൂസ് ചെയ്യണ്ട. Tonight you don't have to use inhaler anymore. കർത്താവിനോട് പറഞ്ഞ ഒരു കൂട്ടം ഇൻഹേലറുകളെ എടുത്തെറിയുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിട്ട് പറയുകയാ. ഈ രാത്രി നിനക്ക് വിശ്വസിക്കാമെങ്കിൽ പിടിക്കുക. ഈ രാത്രി അത് Tonight there is some people who are taking the inhalers. He is setting you free in this atmosphere tonight. നിന്റെ ആസ്മ ഈ രാത്രി ഇപ്പോൾ സൗഖ്യമാകുന്നു. Hey, God is healing you. ആസ്മ സൗഖ്യമാകുന്നു. God is healing asthma. വിശ്വസിക്കാമോ ഈ രാത്രി? Tonight, can you believe it? വിശ്വസിക്കാമോ ഈ രാത്രി? Can you believe it? ഇതിനകത്ത് ഇൻഹേലർ യൂസ് ചെയ്യുന്നവരുടെ കൈ ഉയർത്താമോ? Can you raise the people who are using inhaler? Would you raise God? ഈ രാത്രി the hand? നിങ്ങളെ കർത്താവ് ഇടവും വലവും നോക്കല്ലേ, സ്റ്റേജിലോട് നോക്കിയിരുന്നോ. ഇൻഹേലർ യൂസ് ചെയ്യുന്നവർ, ശ്വാസവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുള്ളവർ ഈ രാത്രി കര ഉയർത്താമോ? There is people who are having the breathing difficulty and you are using inhaler. Raise your hand. ഈ രാത്രി ആ കരവ് നല്ലപോലെ ഉയർത്തി പിടിച്ചോ. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ പോകുകയാണ്. Tonight God is going to heal you. കർത്താവിന്റെ ദാസനെ ഈ കരം ഉയർത്തിയിരിക്കുന്നവരെ ലിജിനോടാ പറയുന്നത്. കർത്താവിന്റെ ദാസൻ പോയി എല്ലാവരെയും കൈ വെച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. Tonight, വിട്ടോ കൈ ഉയർത്തി തന്നെ പിടിക്കണേ. ഈ രാത്രി ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യങ്ങളെ നടത്തുകയാണ് കർത്താവ്. ഇതിനകത്ത് സൗഖ്യം നടക്കുകയാണ്. ഈ അറ്റ്മോസ്ഫിയർ ഹീൽ ചെയ്യുകയല്ല, ആരോഗ്യത്തെ മടക്കി തരും. This atmosphere is restoring your health. Rashatharamana hatura ramana digadam tere lushithiri al harbadara ramana digadam. O raba shaidavalagaragadiri amdara ramshathali amdara banadiyadara രേഷേരി അംബര. ഈ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആരെങ്ങോട്ട് നടക്കുന്നത് നീ നോക്കണ്ട. ഈ രാത്രി നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് ഇതല്ല മറ്റൊന്നാണെങ്കിലും ഈ രാത്രി യേശു നിന്നെ സൗഖ്യമാക്കോ. ഇവിടെ ആക്റ്റീവായി നിൽക്കുന്നത് ഹെവൻലി അറ്റ്മോസ്ഫിയർ. ഈ രാത്രി അത് നിന്നെ സൗഖ്യത്തെ ഓരഭാ ഷൈഡവലകരഗദുനിയംബരാധന പ്രാർത്ഥിക്കേണ്ടവരെ കര ഉയർത്തി പിടിച്ചോ. ഈ രാത്രി സൗഖ്യം വരികയാണ്. സൗഖ്യം വരുന്നു. Receive it. Oh, Rabba Shahasanadi Amdaradana, Laterium Darabanadara, Ramshatarium Darabanadigaragadagadagani,
Rasha Tala Raka Sitiri Biriamdara Ramshe Teriamdara Adiamdara Rashetele Ramana Hadirigadiamdara Iratri Parishutatmanoda Parayana Ridilana Yanura Sanjari Chondi Vilkanada. I am obedient to the Spirit of God and I am going according to His leading. ഈ രാത്രി പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ഞാൻ നിൽക്കുമ്പോൾ നിങ്ങൾ ആ വിധത്തിൽ പരിശുദ്ധാത്മാവിനോട് സഹകരിച്ചാൽ നിങ്ങളുടെ ലൈഫിനെ ഈ രാത്രി ഈ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്യും. I am surrendering to the leadership of the Holy Spirit, and if you surrender your life tonight, God is going to change the atmosphere in your life. നിനക്ക് അടുത്ത അറ്റ്മോസ്ഫിയറിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നത് നിന്റെ വാക്കുകൊണ്ടാണ്. The next thing that you can do, how you can respond to this atmosphere, is through your tongue. എൻ്റെ യേശു കർത്താവ് അത് മാതൃക കാണിച്ചു. And Jesus Christ did this example. ലാസറിന്റെ കല്ലറയ്ക്കൽ ചെന്ന് യേശു കർത്താവ് പറഞ്ഞു, ലാസറേ പുറത്തു വാ. Before the Lazarus tomb, Jesus went and He said, Lazarus, come forth. ഈ രാത്രി ഞാൻ ആത്മാവിൽ പറയാം, എൻ്റെ യേശു കർത്താവ് അവിടെ നിന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. And Jesus stood there in front of the tomb and prayed like this. ഒരു മഹത്വത്തെ കണക്ട് ചെയ്യുന്ന ഒരു പ്രയർ. And He was connecting that prayer to the glory. ഈ രാത്രി നിന്റെ പ്രാർത്ഥന മഹത്വത്തെ തൊട്ടാൽ, Tonight when you pray, if it touches the glory, മരിച്ചു കിടക്കുന്ന നിന്റെ വിഷയങ്ങൾ എഴുന്നേറ്റ് വരും. and the things that has been dead before you would rise up. നിന്റെ വാ തുറന്ന് ഈ രാത്രി പറയണം. Can you speak with your mouth? മരിച്ചത് എഴുന്നേൽക്കുകയാണ് ഈ രാത്രി. Let the dead arise. ഇതിനകത്ത് തിരിച്ചു വരത്തില്ലെന്ന് പിശാച് പറഞ്ഞത്. What the devil has claimed that he won't give it back to you. നിനക്ക് ആരോഗ്യം തിരിച്ചു വരത്തില്ലെന്ന് ശത്രു പറഞ്ഞത്. The enemy has said that I will not give you back the health. നിനക്ക് ഭാവി ഉണ്ടാകത്തില്ലെന്ന് പിശാച് പറഞ്ഞത്. And the devil has said that you will not have a bright future. ഞാൻ മുമ്പേ പറഞ്ഞു, നിന്റെ അറ്റ്മോസ്ഫിയറിന്റെ താക്കോൽ നീയാകൊണ്ട് നീ വാ തുറന്ന് പ്രഖ്യാപിക്കുക. Let me tell you, you are the key to this atmosphere, so open up your mouth and speak. നീ വാ തുറന്ന് രാത്രി പറയുമ്പോൾ, When you open up your mouth and speak, നിന്റെ മുമ്പിൽ അറ്റ്മോസ്ഫിയർ നിന്റെ വാക്കിനൊപ്പം സഞ്ചരിക്കും. let me tell you, when you speak, the atmosphere will go forward. നിനക്ക് വേണ്ടി അന്തരീക്ഷം സഞ്ചരിക്കുകയാണ്. And it will go speedily into your life ഈ situation. രാത്രി വിശ്വസിക്കുന്നവൻ വാ തുറന്ന് പറ. Tonight, if you believe, open up your mouth and speak. നീ കൽപ്പിച്ചാൽ സംഭവിക്കും. If you command it, that will happen. അടയപ്പെട്ട കല്ലറ നോക്കി ഈ രാത്രി യേശു പറഞ്ഞാൽ പറ, പുറത്തു വാ. The tomb that was been closed, Jesus looked at it and said that, open it up. ഈ രാത്രി നീ പുറത്തു വരാൻ പറയുമ്പോൾ, When you say that, come out. കെട്ടപ്പെട്ട ലാസർ കുഴിയിൽ നിന്ന് കയറി വരും. And the Lazarus would come forth from the deep end outside. ഈ രാത്രി കുഴിക്കകത്ത് മൂടപ്പെട്ട ഇരുട്ടിന്റെ ആധിപത്യത്തിൽ കിടക്കുന്നത് നിന്റെ വാക്കിന്റെ പുറത്ത് വരികയാണ്. Oh, whatever the things that has bound you and kept you in the darkness, when you speak the word, tonight He is releasing you. നിന്റെ ഭാവിയെ കല്ലറയ്ക്കകത്താക്കാൻ പറ്റില്ല. Let me tell you, your future cannot be buried in the tomb. നിന്റെ കുടുംബ ജീവിതത്തെ കല്ലറയ്ക്കകത്താക്കാൻ പറ്റില്ല. Your family life cannot be buried in the tomb. നിന്റെ ആരോഗ്യത്തെ കല്ലറയ്ക്കകത്താക്കാൻ പറ്റില്ല. Your health cannot be buried in the tomb. നിന്റെ ശുശ്രൂഷയെ കല്ലറയ്ക്കകത്താക്കാൻ പറ്റില്ല. Your ministry cannot be buried in the tomb. നിന്റെ തലമുറയെ അകത്താക്കാൻ പറ്റില്ല. And your future generation cannot be buried in the tomb. ഈ രാത്രി ഒരു തലമുറ ജീവനോടെ പുറത്തു വരികയാണ്. There is a generation tonight is rising up in this place who is coming alive. ഈ രാത്രി നീ പ്രതികരിക്കുക. Tonight respond to the word. നീ പ്രതികരിക്കുമ്പോൾ, When you respond to His ഈ word, രാത്രി പുറത്തു വരുന്ന ചിലത്, tonight there is something that God is lifting up. ആളുകൾ നോക്കി നിൽക്കുമ്പോൾ, When people are observing you, നിന്റെ തലമുറ എഴുന്നേൽക്കും. let me tell you, your generation will rise up. നിന്റെ കുടുംബ ജീവിതം എഴുന്നേൽക്കും. Your family life will rise up. നിന്റെ ഭാവി എഴുന്നേൽക്കും. നിന്റെ ഭാവി എഴുന്നേൽക്കും. Your future will rise up. നിന്റെ ശുശ്രൂഷ, Your ministry, നിന്റെ അഭിഷേകം, your anointing, നിന്റെ പ്രാർത്ഥന, your prayer, നിന്റെ ആരാധന
your worship, നിന്റെ ദൈവശക്തി your God's power, ഈ രാത്രി എഴുന്നേൽക്കുകയാണ്. it is rising up. വിശ്വസിക്കുന്ന ആത്മാവിൽ പ്രതികരിക്കുക. Tonight, those who believe respond to His ഓ word. ചിലരുടെ കൈമേൽ ദൈവശക്തി വരികയാണ്. Oh, to some of your hand, God is releasing a power. ചിലരുടെ ആദരത്തിന് മേലെ ദൈവശക്തി വരികയാണ്. Tonight, to some of your tongue, God is releasing His power. ചിലരില്ലാത്ത തീയായി മാറാൻ പോകുന്നു. Tonight, God is setting you on fire. നിന്റെ കൈമേൽ തീ വീഴുകയാണ്. Oh, your hand is getting caught up by നിന്റെ fire. കൈമേൽ തീ വരികയാണ്. Hey, God is releasing fire on your hand. നിന്റെ ആദരത്തിന് മേലെ തീ വരികയാണ്. On your tongue, God is releasing the fire. നീ പറയുമ്പോൾ നിന്നിൽ നിന്ന് തീ പുറപ്പെടും. Oh, when you speak, the fire will come out of your mouth. നിന്നിൽ നിന്ന് പുറപ്പെടുന്ന തീ And the fire that comes out of your mouth, ചങ്ങലകൾ ഈ രാത്രി ചണനൂൽ പോലെയാകും. and everything that has bounded will be broken off. ഈ രാത്രി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ Tonight, if you believe, ഈ രാത്രി ചില ചങ്ങലകൾ കരിഞ്ഞ ചണനൂൽ പോലെയാകുന്നു. the chains is now getting burned up. ഓടാബാ ഷൈഡമനഗദരഗദിരിയംദര റാംഷാതാരിയംദരവനാദിയാമര ആസതേലിയംദരവനഗരഗദിരിയംദര ഹോറാബാ ഷൈഡലഗാരിയ. നാളുകളായി നിന്നെ ലോക്ക് ചെയ്തത് നീ അറിഞ്ഞില്ല. അതിനോടൊപ്പം നിന്റെ വായും കൂടെ പിശാച് ലോക്ക് ചെയ്തു. For many years you haven't realized that something has locked your life. Along with that, that Satan has locked even your mouth. പിശാചിനറിയാം നീ വാ തുറന്നാൽ നീ റിലീസ് ആവുമെന്ന്. The devil knows that the moment you open up your mouth, you will be released. നീ വാ തുറന്നാൽ പലരും റിലീസ് ആവുമെന്ന് പിശാചിനറിയാം. The devil knows that when you open your mouth, there is an atmosphere that would be released. അതുകൊണ്ട് പിശാച് നിന്റെ വായെ പൂട്ടി. And because of that, the devil has locked your mouth. അതുകൊണ്ട് ഈ രാത്രി ഞങ്ങൾക്ക് ലഭിച്ച അഭിഷേകത്തിൽ നിന്ന് And with the anointing that God has placed ഈ upon സഭയെ our നോക്കി lives, ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുകയാണ്. and to this church we declare in spirit, Come up, come out, come alive, come alive, come alive. come alive. ഈ രാത്രി റിലീസ് ആവുകയാണ്. Yes. Rakabashata പ്രാപിക്കതിനെ ഈ രാത്രി Roshete പ്രാപിക്കതിനെ Rushi ഒരു Prudi തലമുറ ഈ രാത്രി എഴുന്നേൽക്കട്ടെ. ഒരു തലമുറ A എഴുന്നേൽക്കട്ടെ. generation is rising up. വായ Rakabashata. കൂട്ടുന്ന തലമുറ ഈ രാത്രി വായ തുറക്കുകയാണ്. Oh, we said open the mouth in this place. ഈ രാത്രി ചില വായകളെ തുറക്കുകയാണ്. God is opening up certain mouth tonight. നീ തന്നെ നിന്റെ കുടുംബത്തെ തുറക്കും. You will open up the family. നീ തന്നെ നിന്റെ ഭവനത്തെ തുറക്കും. You will open up your own home. നീ തന്നെ നിന്റെ ഭാവിയെ തുറക്കും. You will open up your own future. നീ തന്നെ നിന്റെ ശുശ്രൂഷയെ തുറക്കും. You will open up your own ministry. നിന്റെ മേലുള്ള അഭിഷേകത്തെ നീ തന്നെ ജ്വലിപ്പിക്കും. And the anointing you will fan into flame. ഈ രാത്രി നിന്നെ തടുത്തു വെക്കാൻ അസാധ്യമാണ്. And nothing can stop you tonight. Unstoppable generation. Yes, there is unstoppable generation. That is, you are carrying an atmosphere. You are carrying an atmosphere. അതുകൊണ്ട് നിന്നെ തടുക്കാൻ പറ്റത്തില്ല. And nothing can stop you because of that. ഈ രാത്രി ഞാനിത് പറയുമ്പോ When I say this word, നിന്നെ തടുത്തത് പൊട്ടി മാറുന്നു. oh, whatever that has stopped you is getting released and out of your life. ചില കാരാഗ്രഹങ്ങൾ പൊളിയുകയാണ്. Oh, there is a prison doors that is opening. ചിലതിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുന്നു. Oh, there is some shaking of the foundation. ഈ രാത്രി മൂവ് ചെയ്യാൻ പോകുകയാണ് നീ. Tonight you are going to move. ഈ രാത്രി വിശ്വസിക്കുക. Oh, tonight believe that. വിശ്വസിക്കുന്നുണ്ടോ ഈ രാത്രി? Tonight, do you believe that? അന്തരീക്ഷത്തിന് എന്തും ചെയ്യാൻ കഴിയും. Let me tell you, the atmosphere can do anything. അന്തരീക്ഷം എന്തും ചെയ്യും. The spiritual atmosphere can do anything. ഈ രാത്രി നിങ്ങൾ അത് വിശ്വസിച്ചാൽ മാത്രം മതി. Tonight, only thing that you need to do is to believe that. Amen. Amen. നടക്കുന്ന തലമുറയെ നീ കണ്ടു. You have seen the generation that walk. സംസാരിക്കുന്ന തലമുറയെ കണ്ടു. There is a generation that speak. അടുത്തൊരു തലമുറ നോക്കുന്ന തലമുറ. There is another generation that will look.
അറ്റ്മോസ്ഫിയറിനകത്ത് നിന്ന് ചിലതിനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ തന്നെ നിന്റെ അകത്തുനിന്ന് ശക്തി പുറപ്പെടാൻ പോകുകയാണ്. When you have that atmosphere within you, when you look keenly at a person, that atmosphere will be released into that person's life. പൗലോസിന്റെ യാത്രയിൽ മുഷിഞ്ഞ് പൗലോസ് ഒരുത്തിയെ ഒന്ന് നോക്കിയിട്ട് അതിനെ ശ്വാസിച്ചപ്പോൾ അവളിലുള്ള ഭൂതം പുറത്തു പോയെങ്കിൽ ഈ രാത്രി നിന്റെ കണ്ണും നിന്റെ നാവും ഒരുപോലെ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുകയാണ്. Oh, in Paul's life we see an incident where Paul was much disturbed in his spirit. He looked at that lady and cast out that spirit from her life, and there is a generation that is rising who will open up their mouth and they will keenly look to people and release this atmosphere. നീ കാണാത്തതിനെ നേരെ ശാസിച്ചത് നിർത്ത്. Oh, stop casting out what you cannot see. ഈ രാത്രി നിന്റെ കണ്ണിനെ കർത്താവ് തുറക്കുകയാണ്. God is opening up your eyes tonight. നീ കണ്ടുകൊണ്ട് ചിലരെ അടിക്കും ഈ രാത്രി. Tonight God will show you some things and then you will go against നിന്റെ it. കണ്ണ് ഈ രാത്രി തുറക്കട്ടെ. Oh, God is opening up your eyes tonight. ഈ രാത്രി ചില പൈശാചിക മണ്ഡലങ്ങളെ tonight there is the powers of darkness. ഈ രാത്രി ദൈവം നിന്നെ കാണിക്കാൻ പോകുകയാണ്. And God is bringing that under your foot. നീ കാണുക മാത്രമല്ല, you not only see, നിന്റെ നാവ് കൊണ്ട് അതിനെ cast out ചെയ്യാൻ പോകുകയാണ്. and with your tongue you will cast out that power of darkness. നിന്റെ അവയവങ്ങളെ ദൈവത്തിനിണങ്ങിയ ആയുധമാക്കി മാറ്റുന്ന കർത്താവ്. And God is going to use your organs as a weapon in his hand. ഈ രാത്രി ഞാൻ ഇത് പറയുമ്പോൾ ചില വെളിപ്പാടുകൾ ചിലരുടെ മേൽ തുറക്കപ്പെടട്ടെ. Tonight as I release this word, there is a revelation that God is releasing into your spirit. നിന്നെ സ്റ്റോപ്പ് ചെയ്ത എന്താണെന്ന് നീ കാണട്ടെ. Whatever that has stopped you, open up your eyes tonight and see that. നിന്റെ ഭാവിയെ ലോക്ക് ചെയ്ത എന്താണെന്ന് നീ കാണാൻ പോകുകയാണ്. Tonight you are going to see whatever has stopped your future. നിന്റെ കുടുംബ ജീവിതത്തെ ലോക്ക് ചെയ്ത എന്താണെന്ന് നീ കാണാൻ പോകുകയാണ്. Whatever that has locked your family life, you are going to see it. നിന്റെ സൗഖ്യത്തെ ലോക്ക് ചെയ്ത എന്താണെന്ന് നീ കാണാൻ പോകുകയാണ്. Whatever that has stopped your healing, you are going to see that. ഈ രാത്രി ഞാൻ ഇത് പറയുമ്പോൾ നീ കാണുന്ന നിമിഷം, oh, when I say this, the moment you would see it, നിന്റെ കാഴ്ചക്കകത്തുള്ള ശക്തി പുറപ്പെടാൻ പോകുകയാണ്. oh, there is a power that will be released when you look at that situation. വാ തുറക്കുന്നതിന് മുമ്പ് ഗദരദേശത്തെ ഭൂതം യേശുവിന്റെ മുമ്പിൽ മുട്ടുമടക്കിയത് പോലെ, oh, before Jesus opened his mouth, the person who came and bow before Jesus, ഈ രാത്രി നീ നോക്കുമ്പോൾ നിന്റെ മുമ്പിൽ ചിലത് മുട്ടുമടക്കാൻ പോകുകയാണ്. when you look at certain things tonight, that is going to bow down before you. പ്രതികരിക്കുക അന്തരീക്ഷത്തോട് ഈ രാത്രി. Tonight respond to his word. നിന്റെ കണ്ണിന്റെ മേൽ കൈവച്ച് ഈ രാത്രി പറ. Tonight place your hand upon your eyes and say this. ഈ രാത്രി നീ കാണേണ്ടത് കാണാൻ പോകുകയാണ്. Oh, whatever that I was not able to see, now God is opening up my eyes to see it. നീ കാണാൻ പോകുകയാണ്. I am going to see it. നിന്റെ കണ്ണ് തുറക്കാൻ പോകുകയാണ് ഈ രാത്രി. God is going to open up my eyes. കാണാതെ നീ ശാസിക്കുമ്പോൾ നിനക്ക് സമയം ഒരുപാട് നഷ്ടമാണ്. Oh, when you cast out what you cannot see, you will spend a lot of time after that. എന്നാൽ നീ കണ്ടു കഴിഞ്ഞാൽ, But if you see it, ഗോലിയാത്തിന്റെ തിരുനെറ്റിക്ക്, oh, to the forehead of the Goliath, ഒറ്റ ഏറുകൊണ്ട് വീഴ്ത്താൻ കഴിഞ്ഞത്, because of that one throw, ദാവീദ് ഗോലിയാത്തിന്റെ കിരീടത്തിനും മുഖത്തിനും ഇടയിൽ ഒരു ബ്ലൈൻഡ് സ്പോട്ട് കണ്ടെത്തി. oh, David saw a blind spot in the forehead of that giant. ഞാൻ അതിനെ ഇങ്ങനെ പറയാം, പിശാചിന്റെ വീക്ക് സ്പോട്ടിനെ കണ്ടെത്തുന്ന തലമുറ. Oh, the generation that would identify the weak spot of the enemy. ഈ രാത്രി നീ പിശാച് നിന്റെ വീക്ക് സ്പോട്ട് നോക്കുമ്പോൾ ഈ രാത്രി അഭിഷേകം അത് കവർ ചെയ്യും. Oh, when the devil seeks to see your weak spot, if you are an anointed person, you are going to see his weakness. ഈ രാത്രി നീ അത് കാണുമ്പോൾ നിനക്ക് ഉന്നം പറ്റാതെ അവിടെ എത്തിക്കുന്നത് ദൈവിക പദ്ധതിയാണ്.
Oh, when you see that, it is the help and the hand of the God that would accomplish its purpose. ഇതിനകത്തൊരു തലമുറയുടെ കണ്ണിനെ ദൈവം അഭിഷേകത്തിൽ ഉപയോഗപ്പെടുത്താൻ പോകുകയാണ്. Oh, God is telling to me that God is raising a generation who God would anoint their eyes and use them. നിന്റെ കണ്ണ് പാപം കാണാനുള്ള കണ്ണല്ല. Oh, your eyes are not destined to see sin. നിനക്ക് അഭിഷേകത്തെ കൈമാറാനുള്ള കണ്ണ്. Oh, that eyes has been given to you to impart the anointing. ഞാൻ ഈ രാത്രി ഇവിടെ ഇന്ന് പറയുമ്പോൾ ദൈവം ചിലരുടെ കണ്ണുകളെ തൊടുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. When I speak this word, I see then God is opening up some of your eyes. അടുത്ത ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഞാൻ ഉറപ്പിച്ചു പ്രവചിക്കുകയാണ്, നിങ്ങൾ കണ്ടത് സാക്ഷ്യമായി പറയും. Oh, whatever that you have seen tonight, when you come for the next time fasting prayer, you will testify it. ഈ രാത്രി നിന്നോട് പറയുന്നു, ഇരുട്ടത്ത് തപ്പിയത് മതി. Oh, tonight to some of you, God speaks that stop roaming around the darkness. നിന്നെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തിന്റെ വെളിച്ചം നിന്റെ മേൽ ഉദിക്കുകയാണ്. God's light is shining upon your life, which would set you free from darkness. Jesus name. പൗലോസ് ഒരിക്കൽ ഇങ്ങനെ നടന്നു പോവുകയാ. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. പൗലോസ് ഒരിക്കൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. Paul was walking one day. പൗലോസിന്റെ ശുശ്രൂഷയിൽ പൗലോസ് ഇങ്ങനെ നോക്കുമ്പോ പൗലോസിന് മനസ്സിലായി മുമ്പിലിരിക്കുന്ന ഒരുത്തന് സൗഖ്യമാകാൻ മനസ്സുണ്ടെന്ന്. In Paul's ministry, Paul noticed that there was one person sitting in front of him and he wished to be healed. പൗലോസ് അവനെ കണ്ടു. Paul saw him. പൗലോസ് അവനെ കുറിച്ച് ചിന്തിച്ചു. Paul even thought about him. എന്നിട്ട് അവനോട് കൽപ്പിച്ചു. And he commanded. അവൻ സൗഖ്യമായി. And that person got healed. തിരിച്ചറിഞ്ഞോണം. You need to realize this. കണ്ണ് പൗലോസ് ഉപയോഗിച്ചു. Paul used his eyes. അവന്റെ നാവ് പൗലോസ് ഉപയോഗിച്ചു. Paul used his tongue. പൗലോസ് അതിലുപരി അടുത്തൊരു തലമുറ ചിന്ത കൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു തലമുറ. And Paul used his mind, a generation like that. നീ അറ്റ്മോസ്ഫിയറിനെ ചുമക്കുന്ന വ്യക്തിയാണെങ്കിൽ, if you are the one, if you are carrying the atmosphere in your life, നിന്റെ ചിന്തകൾക്ക് ചിലതിനെ ജനിപ്പിക്കാൻ കഴിയും. your thought can birth some of thing in your life. നീ വാ തുറന്ന് പറഞ്ഞില്ലെങ്കിലും നീ ചിന്തിക്കുമ്പോൾ തന്നെ ചില അത്ഭുതങ്ങൾ നടക്കും. Oh, even though you don't open up your mouth and speak, while you think a certain birth will happen. പക്ഷേ നിനക്ക് കിട്ടുന്ന അവസരത്തെ, whenever the opportunity is given in your life, നീ ആത്മാവിൽ ഒന്ന് ചിന്തിക്കാൻ തയ്യാറായാൽ, if you try to think in spirit, നിന്റെ മുമ്പിലിരിക്കുന്നവന്റെ ഹൃദയത്തിന്റെ ചിന്തകളെ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. God will reveal the person who's sitting in front of you, whatever that person has in the depth of their heart. അവിടെയാണ് പ്രൊഫസി ഓപ്പറേറ്റ് ആവുന്നത്. And that is where the prophecy gets operated. ഈ രാത്രി ഞാൻ ഇത് പറയുമ്പോൾ ചിലരുടെ മേൽ പ്രവചനത്തെ കർത്താവ് തുറക്കാൻ പോകുകയാണ്. Tonight as I share this, God is opening up the gift of prophecy in your life. ഈ രാത്രി എത്ര പേർ കൊതിക്കുന്നുണ്ട് പ്രവചന ശബ്ദമായി കർത്താവിന് വേണ്ടി നിൽക്കണമെന്ന്? How many of you desire that? I want to stand as a prophetical word in this generation. ഈ തലമുറയിൽ നീ പ്രവാചകനായി മാറണമെങ്കിൽ ദൈവത്തിന്റെ ചിന്ത നിന്റെ ചിന്തയായി മാറണം. In this generation, if you want to rise up like a prophet, you need to think like God. നിന്റെ ചിന്ത കൊണ്ട് നിനക്ക് പ്രവാചകനാകാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ ചിന്ത നിന്റേതായി മാറുമ്പോൾ നീ പ്രവാചകനായി തീരും. When God's thought is released unto your thoughts, that is the time you will rise up like a prophet. നീ നിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ചിന്തിക്കും, എന്നാൽ എന്റെ കർത്താവ് നിന്നെ മുന്നമേ അറിയുന്നത് കൊണ്ട് നിന്നോട് വെളിപ്പെടുത്തി തരും. Oh, with your experience you will try to think, but God who sees in and out, He will reveal the things to you. നിന്റെ ചിന്തക്കകത്തേക്ക് രാത്രി ദൈവമഹത്വം പ്രവേശിക്കാൻ പോകുകയാണ്. To your thoughts God is releasing His glory. ഞാൻ ഈ രാത്രി വേഗത്തില് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കും, പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. I want to stop by sharing one or two things. അടുത്തൊരു തലം എന്ന് പറയുന്നത് നമ്മൾ റെസ്പോണ്ടാ പറഞ്ഞേ, അടുത്തൊരു തലമുണ്ട് റിസീവ് ചെയ്യുന്നൊരു തലം. And there is another dimension to it, that is the receiving end. ഈ അറ്റ്മോസ്ഫിയറിനെ എങ്ങനെ റിസീവ് ചെയ്യാം? നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എങ്ങനെ ഈ അറ്റ്മോസ്ഫിയറിനെ റിസീവ് ചെയ്യാം? How can you receive this atmosphere even though you don't feel anything?
ദാനിയേലിനോട് ചോദിച്ചാൽ ദാനിയേൽ പറയും, എനിക്ക് 21 ദിവസവും ഒന്നും പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. If you talk to Daniel, he would say that for 21 days I haven't experienced anything. പക്ഷെ ദാനിയേലിന് പറയാൻ ഒരു കാര്യമുണ്ട്. 21 എന്ന് പറഞ്ഞൊരു ദിവസമുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ദൂതൻ ഇറങ്ങുന്ന ദിവസമാണത്. Oh, to Daniel would say that when it comes to 21 days, there is an angel of the Lord that would appear. ഈ രാത്രി നിങ്ങളോട് ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയാം, നിങ്ങൾക്ക് കഴിയാത്ത കാര്യത്തെ അറ്റ്മോസ്ഫിയറിനെ റിസീവ് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി നിനക്ക് പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും ഒരു അറ്റ്മോസ്ഫിയറിനെ നിന്നിലേക്ക് പുൾ ഡൗൺ ചെയ്യാൻ കഴിയും. Through your fasting and prayer, you can pull down that atmosphere into your life. നിന്റെ 1-ാം ദിവസവും 20-ാം ദിവസവും ഈ അറ്റ്മോസ്ഫിയർ നിനക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണമെന്നില്ല. In the first day or 20th day, there are no chances that you will experience this atmosphere. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നിനക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കൊതിയുണ്ടെങ്കിൽ നിന്റെ മേൽ ഈ അറ്റ്മോസ്ഫിയർ ദൈവം റിലീസ് ചെയ്യും. If you have a hunger and a desire deep within you, God will release this atmosphere in your life. പൗലോസും ശീലാസും ആരാധിച്ചപ്പോൾ, when Paul and Silas worshiped the Lord, ആരാധനയിൽ അവരുടെ താമസിച്ചിരുന്ന അടിസ്ഥാനങ്ങളെ കുലുക്കി ഒരു അറ്റ്മോസ്ഫിയറിനെ അവർ റിസീവ് ചെയ്യാൻ തയ്യാറായി. wherever they have stayed, that the foundation of that place has been shook, and now they have experienced an atmosphere. അറ്റ്മോസ്ഫിയറിനെ അവർ റിസീവ് ചെയ്യുമ്പോൾ അവിടെ രക്ഷ നടന്നു. When they receive that atmosphere, there is a salvation that is happening. ഈ രാത്രി അങ്ങയുടെ ദാസനോട് ദൈവാത്മാവ് ഞാൻ പ്രവചിക്കുകയാണ്, ഒരു കൂട്ടം തലമുറകൾ ഇതിനകത്ത് രക്ഷയിലേക്ക് വരാൻ പോകുകയാണ്. Yes, amen, amen. ഇവിടെ ഒരു ആമേൻ പറയടാ, ചർച്ചിനെ നോക്കിയാണ് ഞാൻ പ്രവചിച്ചത്. ഈ ഗ്യാപ്പ് കണ്ടോ? വിശാലമായിട്ടിരിക്കാനല്ല ഈ ഗ്യാപ്പ്, ഇതിനകത്ത് നിൽക്കാൻ കഴിയാത്ത പോലെ. ഞാൻ ഉറപ്പിച്ചു പറയും, ഇതിനകത്ത് നിൽക്കാൻ കഴിയാത്ത പോലെ ഒരു തലമുറയെ ദൈവത്തിനകത്ത് കയറ്റും. ഇത് കർത്താവിനോട് പറഞ്ഞ വാക്കാണിത്. നാളുകൾക്ക് മുമ്പ് അങ്ങയുടെ ദാസനോട് ഞാൻ പറഞ്ഞ ഒരു വാക്കാ കർത്താവ് തന്നിട്ട്, ഈ കസേരകളൊക്കെ ഒരു മൂലയ്ക്ക് കൂട്ടിയിട്ടിട്ട് ഇതിനകത്ത് ത്രൂ ഔട്ട് നിന്ന് വർഷിപ്പ് ചെയ്യുന്ന അനുഭവത്തെ കർത്താവ് തുറക്കാൻ പോകുകയാണ്. ഈ രാത്രി ആത്മാവിൽ പറയാം, നിനക്ക് ആരാധിച്ചാൽ അറ്റ്മോസ്ഫിയറിനെ നിനക്ക് റിസീവ് ചെയ്യാൻ കഴിയും. When you worship the Lord, you can receive that atmosphere. നിന്റെ ആരാധനയിൽ അറ്റ്മോസ്ഫിയർ നിന്റെ അടുക്കലേക്ക് വരും. When you worship, the atmosphere comes closer to you. നിന്റെ അടുക്കലേക്ക് ഈ അറ്റ്മോസ്ഫിയർ വന്നാൽ, when this atmosphere comes near to you, നിന്നെ മാത്രമല്ല ഈ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. it would not only change you personally, നീ ഇരിക്കുന്ന ഇടത്തെ അവൻ ചേഞ്ച് ചെയ്യും. and the place where you are seated, that atmosphere also will be shifted. അതിന്റെ അടിസ്ഥാനത്തെ അവൻ ചേഞ്ച് ചെയ്യും. Even the foundation of that place would be changed. അത് നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഷേക്ക് അല്ല. That is not to destroy. He was shaking it. ഈ രാത്രി ചില വാതിലുകളെ തുറക്കാനുള്ള ഷേക്കാണ്. In order to open certain doors, he is shaking it. പൗലോസിന്റെയും ശീലാസിന്റെയും മാത്രമല്ല ചങ്ങലകൾ വീണത്. It is not only in Paul's and Silas' life that chains has been loosened. ആ കാരാഗൃഹത്തിലുള്ള സകലത്തിനെയും റിലീസ് ചെയ്യുന്ന, even in that prison, everyone has been released. ഈ രാത്രി ഞാനിത് പറയുമ്പോ ഒരു തലമുറകളെ റിലീസ് ചെയ്യാൻ, tonight when I speak this, a generation is getting released. ഈ സ്കാർബ്രോയെ റിലീസ് ചെയ്യാൻ, tonight the city of Scarborough is getting released. Receive that atmosphere. ഈ രാത്രി നീ ആരാധിക്കുമ്പോൾ, when you worship ഈ tonight, രാത്രി നിന്റെ മേൽ ഈ അറ്റ്മോസ്ഫിയർ വരികയാണ്. this atmosphere is coming into your life. നീ മടി കാണിക്കരുത്. You don't become lazy. നീ എത്രമാത്രം ദൈവത്തോട് കൊതിയോടെ വരുമോ ഈ അറ്റ്മോസ്ഫിയർ നിന്നെ ചേഞ്ച് ചെയ്യും. How much hunger you have, how much desire you have, when you draw closer to him. നിന്നെ മാത്രമല്ല,
Oh, not only you. ഈ രാത്രി നിന്റെ ഭവനത്തിന്റെ അടിസ്ഥാനത്തെ കുലുക്കിക്കൊണ്ട് ചിലതിനെ രക്ഷയ്ക്കകത്തേക്ക് ദൈവം പിടിച്ചു കയറ്റാൻ പോകുകയാണ്. Even in your family, God is going to shake the foundation and lead some people into salvation. ഈ രാത്രി ഞാൻ ഇത് പ്രവചിക്കുകയാണ് ചില കുടുംബങ്ങളെ നോക്കി. Tonight I look at some of the families and ദൈവം നിന്നെ റിലീസ് ചെയ്യുന്നു. oh, God is releasing some of you. ഈ റിസീവിംഗിന്റെ അപ്പുറത്തൊരൊറ്റ തലമുണ്ട്. ക്യാരിങ്. After this receiving, there is another dimension to it, that is carrying. ക്യാരിങ് അറ്റ്മോസ്ഫിയർ. Carrying atmosphere. ഈ ക്യാരിങ് അറ്റ്മോസ്ഫിയറിന്റെ പ്രത്യേകത ഏലിയാവിനോട് ചോദിച്ചാൽ ഏലിയാവ് പറയും. Oh, if you ask Elijah about this carrying atmosphere, ഏലിയാവ് പറയും, മഴ പെയ്യത്തില്ലെന്ന് ഞാൻ പറഞ്ഞ മഴ പെയ്യത്തില്ല. Elijah would say that if I say that there would not be any rain, it won't rain. ഞാൻ ആ വാക്യമൊക്കെ സൂക്ഷിച്ചു നോക്കി. യഹോവ ഇപ്രകാരം പറയുന്ന ഒരു വാക്ക് ഞാൻ അവിടെ കണ്ടില്ല. Oh, when I looked at that words, I haven't seen that he didn't say that the Lord has said so. ഈ രാത്രി അഭിഷേകമുള്ളവൻ പറയുന്നത് അതുപോലെ സംഭവിക്കും. When you carry that anointing and when you speak, that will get fulfilled in the അതിന്റെ same way. പ്രത്യേകത എന്ന് പറയുന്നത് നീ ഒരു അറ്റ്മോസ്ഫിയറിനെ ക്യാരി ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. The speciality is that you carry an atmosphere. ഈ ഏലിയാവ് അടുത്ത മഴ വരുന്നു എന്ന് യഹോവ അരുളി ചെയ്യുമ്പോൾ മഴ വന്ന് കർമ്മേലിൽ വെളിപ്പെട്ട് നിൽക്കുന്ന മേഖലയിൽ ആഹാബിനോട് പറയുന്നുണ്ട്, ആഹാബേ രഥം പൂട്ടി പോയിക്കൊള്ളുക, മഴ നിനക്കൊരു തടസ്സമാകുമെന്ന്. When the sky was about to open, Elijah speaks to the king that you need to go with the chariot because the rain is coming. എന്നിട്ട് അവനെ കൂട്ടാതെ രഥം ഇങ്ങനെ പോകുമ്പോ The king didn't and took him into the chariot. ഏലിയാവിന് അവന്റെ രഥം ആവശ്യമില്ലെന്നുള്ളതാ ഏറ്റവും വലിയ സത്യം. Elijah doesn't need his chariot. ഏലിയാവിന് അറിയാം ഞാൻ വഹിക്കുന്ന അറ്റ്മോസ്ഫിയർ എന്നെ ക്യാരി ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ ആണ്. Elijah know that the atmosphere that I have will carry me. നീ വഹിക്കുന്ന അറ്റ്മോസ്ഫിയർ നിന്നെ ചുമക്കുന്ന അറ്റ്മോസ്ഫിയർ ആണ്. The atmosphere that God has placed in your life is a carrying atmosphere. അവിടെ ഒരു വാക്ക് എഴുതി വെച്ചു, ആഹാബിന്റെ രഥത്തിന് മുമ്പേ അവൻ ഓടിയെന്ന്. Oh, there is a word that is written, the prophet ran before the Elijah's chariot, king's chariot. ഇങ്ങനെ പ്രവചിക്കാൻ പോകുകയാണ്. This is the way I want to release this prophetical word. ഏലിയാവ് യാഗമൊക്കെ കഴിച്ചിങ്ങനെ നിന്നിട്ട് അവനെ ക്യാരി ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിലേക്ക് അവൻ സ്റ്റെപ്പ് ചെയ്തു. Oh, after doing all the sacrifices, he stepped into the atmosphere that was taking him. നീ മുമ്പേ ഓടിക്കോ ആഹാബേ. King Ahab, you need to run before. എനിക്കതൊരു വിഷയമല്ല. I don't care about it. ഞാൻ ക്യാരി ചെയ്യുന്നത് എന്നെ ക്യാരി ചെയ്യാൻ കേപ്പബിൾ ആയതാണ്. What I carry in my life is able to carry me through. നിനക്ക് മുമ്പേ ഓടാൻ എന്നെ പ്രാപ്തമാക്കുന്ന അറ്റ്മോസ്ഫിയർ ആണ് ഞാൻ ക്യാരി ചെയ്യുന്നത്. The atmosphere that I carry in my life make me enable me to walk before you. ഈ രാത്രി ഞാൻ ഇത് പറയുമ്പോ നിങ്ങളുടെ വേഗത വർദ്ധിക്കാൻ പോകുകയാണ്. Tonight when I speak this word, there is an acceleration that is happening. ഒരു ഡിവൈൻ ആക്സിലറേഷൻ സംഭവിക്കുന്നു. There is a divine acceleration that is happening in your life. ഒരു തലമുറ തോറ്റുപോയ ഓട്ടത്തിൽ. Oh, there is a generation that has failed. നീ തോൽക്കാതെ ഫിനിഷ് ചെയ്യാൻ പോകുകയാണ്. You won't fail, you will finish and accomplish the purpose. ഈ രാത്രി ഞാൻ ഇത് പ്രവചിച്ചു പറയുന്നു, നിന്റെ ഓട്ടത്തും തെറ്റാതെ ദൈവം നിന്നെ പൂർത്തീകരിപ്പിക്കാൻ പോകുകയാണ്. Tonight when I speak this word, God is enabling some of you to get into the finish line. നിന്നെ വഹിക്കുന്ന അറ്റ്മോസ്ഫിയർ നീ ചുമക്കുന്ന അറ്റ്മോസ്ഫിയർ ആകൊണ്ട്. Oh, the atmosphere that will carry you.
നീ രാത്രി പറയുമ്പോൾ തന്നെ നീ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് സഞ്ചരിക്കുകയാണ്. When you speak that word, you are stepping one step forward. ഏലിയാവ് പറയും ഇത് കുതിരയുടെ ശക്തിയല്ല. Elijah would say that this is not a horsepower. ഞാൻ കഴിച്ച ഭക്ഷണത്തിന്റെ ശക്തിയല്ല. Oh, this is not the food which I have eaten. ഞാൻ ജീവിക്കുന്ന അറ്റ്മോസ്ഫിയറിന്റെ പ്രത്യേകതയാണിത്. This power is about the atmosphere in which I live. ഈ രാത്രി അറ്റ്മോസ്ഫിയറിൽ ജീവിക്കാൻ എത്ര പേരുണ്ട്? How many of you are ready to live in this atmosphere? ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. Can you rise up in God's presence? നിങ്ങൾ നിൽക്കുന്ന ഇടത്ത് നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം. Wherever you are standing, pray in that place. ഈ രാത്രി ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന ഓരോ മൊമെന്റിലും When I preach this word to you, ദൈവശക്തി നിങ്ങളിലേക്ക് വെളിപ്പെടുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. every moment I deliver this message, I have seen that the power of God is hitting your life. ഈ അവസാനം പറഞ്ഞ വാക്കാണ് നിങ്ങളുടെ ഈ രാത്രിത്തെ ടേക്ക് അവേ. Oh, the last word which I have shared is what you can take it into your heart. നീ ചുമക്കുന്ന അഭിഷേകം നിന്നെ ചുമക്കും. The anointing that you carry in your life will carry you. നീ ചുമക്കുന്ന ദൈവശക്തി നിന്നെ ചുമക്കും. The power of God which is in you will carry you. നീ ചുമക്കുന്ന ദൈവവചനം നിന്നെ ചുമക്കും. The word of God you carry will carry you. ഈ രാത്രി ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു പറയുമ്പോൾ ദൈവം നിന്നെ ഇട്ടിട്ട് പോയിട്ടില്ലെന്ന്. Tonight when I say this word, God hasn't left you alone. നിനക്ക് ചിലപ്പോൾ അപ്പനുണ്ടാകത്തില്ല. You don't have a father in your life. അമ്മയുണ്ടാകത്തില്ല. Maybe you do not have a mother in your നിന്നെ life. ചുമക്കുന്ന ഒരു ദൈവമുണ്ട്. But there is a God who carries you. ഈ രാത്രി നിന്നെ ചുമക്കുന്ന ദൈവത്തെ, Oh, there is a God who carries you. വിശുദ്ധിയോടെ ചുമക്കാൻ നിനക്ക് പറ്റുമോ? Oh, with all the holiness can you carry ആ him? പെട്ടകത്തെ ചുമക്കാൻ നിനക്ക് പറ്റുമോ? Can you carry that ark? നീ ചുമക്കാൻ തയ്യാറായാൽ If you are ready to do that, യോർദാൻ നിന്റെ മുമ്പിൽ മാറും. the river of Jordan would surrender in front of you. അറ്റ്മോസ്ഫിയർ ക്യാരി ചെയ്യുന്നവന്റെ മുമ്പിൽ കലങ്ങി മറിയുന്ന യോർദാൻ രണ്ടായി മാറും. Even the Jordan that comes against you, the presence that you carry will make that to split. നീ ക്യാരി ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ മറ്റൊന്നുമല്ല, എന്റെ കർത്താവായ യേശുവാണ്. The atmosphere that you carry in your life is Jesus Christ. നിന്നെ അതുകൊണ്ട് ഒരു യോർദാൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. And no enemy can stop you. No ഒരു യോർദാൻ നിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. Jordan can stop you. ഒരു ചെങ്കടലിൽ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയത്തില്ല. No Red Sea can stop you. ഒരു കാരാഗൃഹത്തിൽ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയത്തില്ല. No prison can stop ഒരു you. പരീക്ഷയ്ക്ക് തോൽപ്പിക്കാൻ കഴിയത്തില്ല. No test can stop you. ഈ രാത്രി നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിൽ കരങ്ങളെ അടിച്ചു പ്രതികരിക്കുക. If you believe that, clap your hands and respond to God's word. ഈ രാത്രി നിന്റെ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആയിരിക്കുന്നു. Tonight God is shifting the atmosphere in your life. അത് ചേഞ്ച് ആയി. Yes, it has changed. അത് എക്സ്പീരിയൻസ് ചെയ്യുന്നവർ ആത്മാവിൽ ശക്തിയോടെ Oh, those who are experiencing it, give clap offering unto God and praise His name. നിന്നിൽ നിന്ന് പുറപ്പെടുകയാണ് അറ്റ്മോസ്ഫിയർ ഈ രാത്രി. Tonight God is releasing an atmosphere through your പ്രതികരിക്കുക life. രാത്രി അതിനുമേൽ. Tonight respond to His word. നിന്റെ കണ്ണിലൂടെ, Oh, through your eyes, നിന്റെ നാവിലൂടെ, through your mouth, നിന്റെ കാതിലൂടെ, through your ears, നിന്റെ മൂക്കിലൂടെ, through your nose, നിന്റെ ത്വക്കിലൂടെ through your skin. അറ്റ്മോസ്ഫിയർ ഈ രാത്രി റിലീസ് ആവുന്നു. Oh, there is an atmosphere that is getting പ്രതികരിക്കുക released. രാത്രി ദൈവസഭ. Tonight respond കരങ്ങളെ to അടിച്ച് that word. വായ്കളെ തുറന്ന് Oh, Rakabashatara Mama Matura Rababa Roshithiri Alkadana Rahotana Ramana Digadamtare Roshithiri Alkadana Rahotana Ramama Mama Duraba Hatana Ramana Diga Ramana Yoshi. ഇതിനകത്ത് തീ കത്തട്ടെ. Oh, there is a fire. തീ പിടിക്കേണ്ടതിനകത്ത് Tonight there is a ഒരറ്റം fire. മുതൽ മറ്റേ അറ്റം വരെ Oh, Jesus. Rashatara Baba Baba. പ്രതികരിക്കുക മടിക്കരുത്. ഈ അവസാന നിമിഷത്തിൽ ദൈവാത്മാവ് റിലീസ് ചെയ്യുന്നു നിന്നെ. അഭിഷേകത്തെ കൈമാറാൻ, Oh, Shithiri. ദൈവശക്തിയെ കൈമാറാൻ, Oh, Rakaba. കൃപാവരങ്ങളെ കൈമാറാൻ. ഓ പ്രാപിക്ക്. Receive it. Receive it.
Rakha Mashatara Baba Baba. ഉടവനകടകലകദന Roshatara. രാംശാഥാല രാഖാതിരിയംദര Roller രാശതേരിയംദരവനാദിയംദര ദീകതേരിയംദരവനാദിയംദര രാംശതേരിയംദരവനാദിയംദര Harbodara Rabara. Ruthi. Reshatora. Reshatrata Rahosana Rahamatu. അറ്റ്മോസ്ഫിയറിനെ ക്യാരി ചെയ്യുന്ന ഒരു ജനറേഷനെ ഈ രാത്രി സ്വർഗ്ഗത്തിനകത്ത് എഴുന്നേൽപ്പിക്കുന്നു. Oh, God is rising a generation that carry His atmosphere. നീ വാ തുറക്കുന്നതിന് മുമ്പേ നിന്റെ നിഴൽ തട്ടി സൗഖ്യമാകുന്നു. When you open up your mouth and when you walk, there is a shadow that will fall upon people. അത് സൂപ്പർ മാർക്കറ്റുകളിൽ സംഭവിക്കാൻ പോകുന്നു. Oh, even in the supermarket that is going to happen. ഈ രാത്രി അത് വിശ്വസിക്കുന്നെങ്കിൽ റിസീവ് ചെയ്തോ അതിനെ. Tonight God is releasing you if you believe it. റിസീവ് ചെയ്യതിനെ. Receive it. നിന്റെ ജോലി സ്ഥലത്ത് ദൈവശക്തി അടിക്കാൻ പോകുകയാണ്. ചിലർ ചിന്തിക്കുന്നു ജോലി സ്ഥലത്ത് ദൈവശക്തി അടിക്കാൻ എനിക്ക് ജോലി ഇല്ലല്ലോ എന്ന്. ഈ രാത്രി നീ ഇത് റിസീവ് ചെയ്തോ. അടുത്ത 48 മണിക്കൂറിൽ പിടിക്കാൻ ധൈര്യമുള്ള പിടിക്കത. പിടിക്കാൻ ധൈര്യമുള്ള പിടിക്കത. അടുത്ത 48 മണിക്കൂർ. Yes, Jesus. എടാ കരമടിച്ച് ആരാധിക്കുക രാത്രി. ഈ ദൂതൻ നിന്റെ അടുക്കൽ വരുമ്പോ നീ രാത്രി പ്രതികരിക്കുക. അടുത്ത 48 മണിക്കൂറിൽ നിന്റെ ലൈഫ് തിരിയുന്നു. Within 48 hours, the God is turning around your life. Fire! 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 ഈ രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് അടുത്ത 48 മണിക്കൂറിനകത്ത് എന്റെ ലൈഫിനകത്ത് ഒരു ചേഞ്ചിനെ ഞാൻ റിസീവ് ചെയ്യുമെന്ന്? നിന്റെ ജോലി, എടാ മോനെ, നീ ഏത് വിസയിലാണേലും നിന്റെ ലൈഫിനെ ദൈവം തിരികെ അനീഷ് അവന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കവന് വേണ്ടി. ഈ രാത്രി ദൈവാത്മാവ് തൊടുകയാണ് ഒരു തലമുറയെ. നിന്റെ അടയാൻ വഴി അടയാൻ ദൈവം സമ്മതിക്കത്തില്ല. God will not allow that closed door to remain there. ഹുഡല റബനഗദര റീബൽ മനഗരഗദുനിയംദര തുദഗരഗദഗരഗദുനിയംദര റീബൽ മനഗദുനിയംദരാദന റബനഗദഗരഗ ശബ്ദരാദിയംദര റീബൽ ഖഡഗരഗദുനിയംദര ദൂതന്മാർ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. Oh, there are angels of the Lord. ഇതിനകത്ത് angels ഉണ്ട്. Rosha brother rabara rabara Ruthi bala hatara ramana hatara ramana dikadam. Raka batara basha batara ba. Tira 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 tira. Rosha bro. Rasha terian harbotana. ഈ രാത്രി ദൈവം നിന്നോട് കഴിഞ്ഞ നാളുകളിൽ ദൂത് പറഞ്ഞിട്ട് നടക്കാത്ത, ഇതുവരെ വൈകിപ്പോയി എന്ന് നീ കരുതുന്ന
എത്ര വിഷയങ്ങൾ ഈ രാത്രി ഇതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇത് നടക്കുമെന്ന് പറഞ്ഞിട്ടും സമയം വൈകിയെന്ന് നിനക്ക് തോന്നുന്ന വിഷയങ്ങൾ ഈ രാത്രി ആരുടെയെങ്കിലും ലൈഫിലുണ്ടോ? ഈ രാത്രി ഈ ലൈഫിനകത്ത് ആരുടെയെങ്കിലും, കർത്താവേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇത്ര നാളായി, ഞാൻ നിന്നോട് ചോദിച്ചിട്ട് ഇത്ര നാളായി, ഇതെൻ്റെ മുമ്പിൽ ഇതുവരെ തുറന്നിട്ടില്ല. ഇതിനകത്ത് ചില കൈകളെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ ആത്മാവിൽ നിങ്ങളോട് പ്രവചിക്കാം, ദൈവത്തിൻ്റെ സമയമാണിത്. നിന്റെ വാഗ്ദത്തത്തിന്റെ സമയമാണിത്. ഈ കരം ഉയർത്തിപ്പിടിച്ചവർ ആത്മാവിലൊന്ന് സംസാരിക്കാമോ? ഈ കരം ഉയർത്തിപ്പിടിച്ചവർ ആത്മാവിലൊന്ന് സംസാരിക്കാമോ? നിന്റെ വിദ്യാഭ്യാസത്തെ നോക്കിയായിരിക്കാം, നിന്റെ ജോലിയെ നോക്കിയായിരിക്കാം, നിന്റെ നന്മയെ നോക്കിയായിരിക്കാം, നിന്റെ ഭാവിയെ നോക്കിയായിരിക്കാം, നിന്റെ വിസയെ നോക്കിയായിരിക്കാം, നിന്റെ ശുശ്രൂഷ നോക്കിയായിരിക്കാം, പല മേഖലകളെ നോക്കിയായിരിക്കാം. ദൈവം ദൂത് പറഞ്ഞത് ഈ രാത്രി this is the time of promises. ഇത് വാഗ്ദത്തത്തിന്റെ സമയമാണ്. ഞാനൊരു ദൂത് പറയാം. From promises to the inheritance. വാഗ്ദത്തത്തിൽ നിന്ന് അവകാശത്തിലേക്ക് പിടിക്കാതെ ഈ രാത്രി. പിടിക്കുക ഈ രാത്രി ആ ദൂത്. വാഗ്ദത്തത്തിൽ നിന്ന് അവകാശത്തിലേക്ക് ആരാധിച്ചു പിടിക്കാതെ. വാഗ്ദത്തത്തിൽ നിന്ന് അവകാശത്തിലേക്ക്. ഇനി ഈ വാഗ്ദത്തമായി അവശേഷിക്കത്തില്ല. നീ ഒരു അവകാശിയാവുകയാണ് ഈ രാത്രി. നീ ഒരു അവകാശിയാണ്. നീ ക്രിസ്തുവിന്റെ കൂട്ടവകാശിയാകൊണ്ട് നിനക്ക് സകലത് തുറന്നു കിടക്കുന്നു ഈ രാത്രി. ജീസസ്, ഈ രാത്രി എനിക്ക് ഒരു പ്രാർത്ഥന ആവശ്യമുണ്ടെന്നുള്ളവർ അവിടെ നിന്ന് കൈ ഒന്ന് ഉയർത്തിക്കോ. Tonight, if you need a prayer, would you raise up your hands and remain standing wherever you are standing now? അവിടെ തന്നെ നിന്നോ. ഈ രാത്രി ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവശക്തി നിങ്ങളെ തൊടാൻ പോകുകയാണ്. When I pray tonight, God's power is going to touch your life. നിങ്ങളുടെ ഏത് കുഴഞ്ഞു മറിയുന്ന യോർദാൻ പോലെയുള്ള വിഷയമാണെങ്കിലും നീ അറ്റ്മോസ്ഫിയർ ക്യാരി ചെയ്യുന്നത് കൊണ്ട് ഈ രാത്രി അത് സ്റ്റാഗ്നന്റ് ആയി മാറും. Tonight, whatever the Jordan that lies before you, the presence of God that you carry in your life, that is going to stay stagnant over. ഈ രാത്രി നീ വാ തുറന്ന് ഈ രാത്രി പറയുമ്പോൾ ദൈവം നിന്റെ മേൽ അത്ഭുതങ്ങളെ റിലീസ് ചെയ്യുകയാണ്. When you open your mouth and declare, God is going to release His miracle. ഈ രാത്രി ഒരുപാട് വാഗ്ദത്തങ്ങൾ ഇതിനകത്ത് തുറക്കുന്നു ദൈവദാസനെ. Oh, there are promises that God is opening up tonight in this place. വഴി അടഞ്ഞു എന്ന് പറയുന്നവർക്ക് ചില വഴികളെ ദൈവം തുറക്കാൻ പോകുകയാണ് ഈ രാത്രി. Amen. Those who say that there is no way in front of me, God is opening up and setting a new path in your life. ഈ രാത്രി ഇല്ലാത്തതൊന്നും നിനക്ക് ദൈവം സൃഷ്ടിച്ചു തരികയാണ്. Whatever that is not is seen in your situation, God is birthing that in your life. മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന അബ്രഹാമിന്റെ ദൈവം ഈ രാത്രി നിന്റെ ലൈഫിനകത്ത് പുതിയ വാതിൽ തുറക്കുന്നു. The one who calls things out of nothing. Receive it. Oh, rakabashatara mama matara baba baba. Thiri al harbotara rama mama. Sheteri al hrodira rama baba. Proof. അക്കാരം ഉയർത്തി പിടിച്ചാട്ടെ. People who raise hands, പ്രാർത്ഥന ആവശ്യമുണ്ട്. കർത്താവ് ഈ രാത്രി എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് നീ ഒന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. If you believe, would you raise your hands in the presence of God? നിനക്ക് ചിലപ്പോൾ ഇതൊന്നും പരിചയമായിരിക്കത്തില്ല. You are not familiar about all this, what is happening tonight in this ഈ രാത്രി place. നിന്റെ മനസ്സിൽ ഒരു വിശ്വാസം ഉണ്ട്. കൈ ഒന്ന് ഉയർത്തിപ്പിടിക്കുക. But if you believe, would you raise your hand in God's നല്ലപോലെ presence? ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. Would you raise it properly in the presence of God? അടുത്ത 2 മിനിറ്റ് കൈ കഴക്കുന്നെങ്കിലും താത്തിടരുത് കൈ. Even if you feel tired, don't put your hand down for next 2 minutes. അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സാക്രിഫൈസ് ആയിട്ട് നിങ്ങൾ കണ്ടോ അതിനെ? You need to look that as a sacrifice from your part. ഈ രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. I'm going to pray for you. ഞങ്ങൾ ഈ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ Tonight as we pray, ദൈവം ഇതിനകത്ത് നിങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റും. God is going to set you as a miracle.
ഊറബാ ശഹരഗതിരിയം ദരവന റബശ്മന ഋഗത്തനാദിയം ദരവനാദിയാദര അസചല റബന ഗതിരിഗടഗരഗ ശംദരാധന പ്രമരമർത്തിരിയം ദര ഗതിരിഗടഗരഗ ശംദരാധന. നിങ്ങളുടെ വായികളെ തുറന്ന് അന്യഭാഷകൾ സംസാരിച്ചോട്ടെ. You are the key of your atmosphere. നിങ്ങളുടെ അന്തരീക്ഷത്തിന്റെ താക്കോൽ നിങ്ങളാണ്. You are the key of the atmosphere. ഈ രാത്രി നിങ്ങളെ കൊണ്ട് തന്നെ ദൈവം തുറപ്പിക്കുകയാണ്. Oh, God is opening it up through your life. ആത്മമണ്ഡലം ഇപ്പോൾ ഇവരുടെ മേൽ ഓപ്പൺ ആകട്ടെ. കൈ ഉയർത്തിയവരുടെ മേൽ In the name of Jesus, let the spiritual realm be opened in front of them. ഈ അറ്റ്മോസ്ഫിയർ ഇപ്പോൾ സ്പിരിച്വലിലും ഓപ്പൺ ആകട്ടെ. Oh, in this atmosphere, let the spiritual realm be opened. ചിലർ കാണട്ടെ. Oh, let their eyes be opened. ചിലർ കേൾക്കട്ടെ. Let their ears be opened and let them listen. ചിലർ അനുഭവിക്കട്ടെ. Let them experience tonight. Oh, Rakaba Sheteriana. ഇതിനകത്ത് ഏഞ്ചൽസ് ഉണ്ട്. Oh, tonight there are angels even in our midst. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നു ചിലരുടെ അടുക്കൽ. Oh, to some of your life, the angel of the Lord is standing so nearby you. നമ്മൾ ദൂതന്മാരെ അല്ല ആരാധിക്കുന്നത്. We don't worship the angels. ദൂതന്മാരും ആരാധിക്കുന്ന യേശുവിനെ. We worship the Jesus who is the one whom angels worship. എന്റെ യേശു ഈ രാത്രി നിനക്ക് വേണ്ടി ചില ദൂതന്മാരെ ഇവിടെ പറഞ്ഞയച്ചിട്ടുണ്ട്. But Jesus has sent some of the angels into our midst tonight. ഈ രാത്രി നീ അത് കാണാൻ പോകുകയാണ്. And God is going to open up your eyes and you're going to see it. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ജനത്തിന് വേണ്ടി കൈ ഉയർത്തപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Lord, we pray for all the people who have raised their hands. ഈ രാത്രി ഇവരുടെ കൈകൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടട്ടെ. Lord, let use their hands by your hand, O Lord. ഇവരുടെ കണ്ണ് ഉപയോഗിക്കപ്പെടട്ടെ. Let their eyes be used by you. ഇവരുടെ നാവ് ഉപയോഗിക്കപ്പെടട്ടെ. Let their mouth be used by you. ഇവരുടെ ശ്വാസം പോലും ദൈവത്തെ റിലീസ് ചെയ്യുന്നതാകട്ടെ. Oh Lord, even the breath that they release, let them release the presence of God. ഇവരുടെ ത്വക്കിൽ ദൈവശക്തി അനുഭവിക്കട്ടെ. Oh, even in their skin, let them experience the power of God. ഈ രാത്രി ഇവരുടെ മുമ്പിൽ തടങ്കൽ പാറയായി നിൽക്കുന്ന സകലത്തെയും, Oh, whatever that stands as a stumbling block in their life, ഞങ്ങൾ ഒരുമിച്ച് Lord, we together നസ്രയനായ യേശുവിന്റെ നാമത്തിൽ in the name of Jesus, കൽപ്പിക്കുന്നു മാറിപ്പോവാ. we command to get away. തിരമാല പോലെ നിൽക്കുന്ന കടലിനെ നോക്കി ഈ രാത്രി കൽപ്പിക്കുന്നു. Oh Lord, the sea that the waves that all rolls over, we look unto that and we command, ശാന്തമാകാ. be still. രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. Let healing now be released. പുതിയ വഴികൾ തുറന്നു വരട്ടെ. New paths be opened now. ഇവർ ചുമക്കുന്ന അഭിഷേകം ഇവരെ ചുമക്കട്ടെ. The anointing that they carry may carry them, O Lord. ഈ രാത്രി ഈ ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ, Lord, tonight I pray for this people in the name of the Father, Son and Holy Spirit. ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നു കർത്താവേ. Lord, we release your blessing upon their life. ഇവര് വാഗ്ദത്തത്തിൽ നിന്ന് അവകാശത്തിലേക്ക് ഈ രാത്രി പ്രവേശിക്കുന്നതുകൊണ്ട് സ്തോത്രം. Let them move from the promise to the inheritance. സ്വർഗം അങ്ങനെ ചെയ്തിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. Lord, thank you for doing that in their life. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. In the name of Jesus we pray. ആമേൻ. Amen, 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 amen. Let us receive the blessing. May the love of our Heavenly Father, the grace of Son Jesus Christ, the sweet communion and fellowship of Holy Spirit be with us now and forevermore. God bless you as you step into this week. Carry that atmosphere which is carrying you, and you will see great miracles in your path. God bless you. Have a wonderful week.